സ്ക്രീന് കാണുന്നില്ലേ? ആ ഓക്കെ. ഇന്നലെ എടുത്ത വരെ വായിച്ചീനോ? ഇല്ല. വെരി ഗുഡ്. അപ്പൊ ഇന്ന് രണ്ട് ചെറിയ ടോപ്പിക്കാണ്. ഒന്ന് ജോയിൻസും പിന്നെ ഡിസോർഡേഴ്സ്. ഞാൻ പറഞ്ഞില്ലേ, ഞാൻ ആദ്യം ഇത് എടുത്തിട്ട് പിന്നെ നാളെ ഒരു 2 to 5 നിങ്ങൾക്ക് മറ്റേ കൺട്രാക്ഷനും പിന്നെ സ്കെൽട്ടൽ സിസ്റ്റം ഒക്കെ നാളത്തോടെ കംപ്ലീറ്റ് ആവും. അപ്പൊ നാളത്തോടെ ചാപ്റ്റർ കംപ്ലീറ്റ് ആവും. കാരണം ഇത് ഞാൻ പിന്നെയും ലാഗ് ആക്കിയാല് പിന്നെ നല്ല ലേറ്റ് ആവും. ഇനി ഒരു 1 വീക്കിനേക്കാൾ ലേറ്റ് ആവും. അത് പിന്നെ ഞാൻ ഇന്ന് എടുക്കാന്ന് വിചാരിച്ചു. അപ്പൊ പറയും, വാട്ട് ഇസ് ജോയിൻസ്? വാട്ട് ഇസ് ജോയിൻസ്? ജോയിൻസ് എന്ന് പറഞ്ഞാൽ എന്താ? മൂമെന്റ്സിനൊക്കെ സഹായിക്കണ നമ്മള് ഉം. കൈയും കാലും. അതെ, കയ്യിലും കാലിലൊക്കെ ജോയിൻസ് ഉണ്ട്. ജോയിൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ് ഈസ് ദ ആർട്ടിക്കുലേഷൻ ബിറ്റ്വീൻ എന്താണ്? ടു ഓർ മോർ ബോൺസ്. രണ്ടോ അതിൽ കൂടുതലോ ബോൺസിന്റെ ആർട്ടിക്കുലേഷൻ. അല്ലെങ്കിൽ എന്താണ്? ബിറ്റ്വീൻ ബോൺസ് ആൻഡ് കാർട്ടിലേജ്. ഇതാണ് എന്ത്? ജോയിന്റിന്റെ ഡെഫിനേഷൻ. എന്താണ്? ഇറ്റ് ഇസ് ആർട്ടിക്കുലേഷൻ ബിറ്റ്വീൻ ടു ഓർ മോർ ബോൺസ്. രണ്ടും അതിൽ കൂടുതലോ ബോണിന്റെ ആർട്ടിക്കുലേഷൻ. ആർട്ടിക്കുലേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരുമിച്ച് വരുന്നത്, ആ ജോയിനിങ്. അല്ലെങ്കിൽ എന്താണ്? ബിറ്റ്വീൻ ബോൺ ആൻഡ് കാർട്ടിലേജ്. ഇതിനാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ജോയിൻസ് എന്ന് വിളിക്കുന്നത്. പിന്നെ നമ്മളെ ഹ്യൂമൻ ബോഡിയിൽ 3 ടൈപ്സ് ഓഫ് ജോയിൻസ് ആണ് മെയിൻ ആയിട്ടുള്ളത്. ഏതൊക്കെയാണ്? ഒന്ന് ഫൈബേഴ്സ് ജോയിന്റ്. ഫൈബ്രസ് ജോയിന്റ്. രണ്ട് ഏതാണ്? കാർട്ടിലേജിനസ് ജോയിന്റ്. കാർട്ടിലേജിനസ് ജോയിന്റ്. പിന്നെ സൈനോവിയൽ. മൂന്നാമത്തേതാണ് സൈനോവിയൽ ജോയിന്റ്. ഏതൊക്കെയാണ്? ഫൈബ്രസ് ജോയിന്റ് ഉണ്ട്, പിന്നെ കാർട്ടിലേജിനസ് ജോയിന്റ് ഉണ്ട്, അതേപോലെ സൈനോവിയൽ ജോയിന്റ് ഉണ്ട്. ഇനി എന്താണ് ഇവരൊക്കെ തമ്മിലുള്ള ഡിഫറൻസ് എന്ന് നോക്കാം. ഫസ്റ്റ് ഫൈബ്രസ് ജോയിന്റ്. ഫൈബ്രസ് ജോയിന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇതിന്റെ ഇമ്പോർട്ടൻസ് എന്താന്ന് വെച്ചാല്, ഒന്നാമത്തെ പോയിന്റ്, ഇറ്റ് ഇസ് ആൻ എന്ത് ജോയിന്റ് ആണ്? പറയും. ഇറ്റ് ഡു നോട്ട് അലൗ എനി മൂവ്മെന്റ്. ഒരു മൂവ്മെന്റും നടക്കൂല. ഇവിടെ ഫൈബ്രസ് ജോയിന്റില്. ഫൈബ്രസ് ജോയിന്റിൽ എന്ത് നടക്കൂല? ഒരു മൂവ്മെന്റും നടക്കൂല. പിന്നെന്താണ്? ജോയിന്റ് ബൈ ജോയിന്റ് ബൈ എന്താണ്? ഫൈബ്രസ് ടിഷ്യൂ. ഫൈബ്രസ് ടിഷ്യൂ ആണ് എന്ത്? ഫൈബ്രസ് ജോയിന്റിനെ ജോയിൻ ചെയ്യുന്നത്. ജോയിന്റ് ബൈ ഫൈബ്രസ് ടിഷ്യൂ. പിന്നെന്താണ്? ഇവർക്ക് സൈനോവിയൽ ക്യാവിറ്റിയോ സൈനോവിയൽ മെംബ്രെയിനോ സൈനോവിയൽ ഫ്ലൂയിഡോ ഒന്നുമില്ല. സൈനോവിയൽ ക്യാവിറ്റി മെംബ്രെയിനോ ഫ്ലൂയിഡോ ഒക്കെ എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. ഇപ്പൊ മനസ്സിലാക്കുക എന്താണ്? ദേ ഡു നോട്ട് ഹാവ് എന്താണ്? സൈനോവിയൽ ക്യാവിറ്റി മെംബ്രെയിൻ ഓർ ഫ്ലൂയിഡ്. അപ്പൊ ഇവര് നമ്മളെ ബോഡിയിലുള്ള ഇമ്മൂവബിൾ ജോയിന്റ് ആണ്. എന്താണ്? ദേ ഡു നോട്ട് അലൗ എനി മൂവ്മെന്റ്. പിന്നെ എന്താണ്? ദേ ആർ ജോയിൻഡ് ബൈ ഫൈബ്രസ് ടിഷ്യൂ. ഫൈബ്രസ് ടിഷ്യൂ ആണ് ഈ ജോയിന്റ്സിനെ ജോയിൻ ചെയ്യുന്നത്. ദേ ആർ ജോയിൻഡ് ബൈ എന്താണ്? ഫൈബ്രസ് ടിഷ്യൂ. ഡെൻസ് കണക്റ്റീവ് ടിഷ്യൂ. എന്താണ്? ഡെൻസ് കണക്റ്റീവ് ഫൈബ്രസ് ടിഷ്യൂ ആണ് എന്ത്? ഇവരെ ജോയിൻ ചെയ്യുന്നത്. എവിടെയാണ് നമ്മളെ ഹ്യൂമൻ ബോഡിയിൽ ഈ ജോയിന്റ്സ് കാണുന്നത്? പറയും. ബോൺ. ഒന്ന് സ്യൂച്ചേഴ്സില്. സ്യൂച്ചേഴ്സ് എന്ന് പറഞ്ഞാൽ നമ്മളെ സ്കള്ളിലുള്ള സ്യൂച്ചേഴ്സില്. സ്യൂച്ചേഴ്സ് എവിടെ? സ്കള്ളിലുള്ള. പിന്നെ കാണുന്നത് സിൻഡസ്മോസിസ് എന്ന് പറയും. സിൻഡസ്മോസിസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ബോൺ കണക്റ്റഡ് ടു ലിഗമെന്റ് എന്നാണ്. അതായത് നമ്മുടെ എന്താ പറയാ, നിങ്ങൾക്ക് അറിയോന്ന് അറിയില്ല, റേഡിയസും അൾനയൊക്കെ ഉണ്ടല്ലോ, ബോൺസ്. നമ്മളെ കയ്യിലുള്ള 2 ബോൺസ് ആണ് റേഡിയസ് അൾന.
അവരുടെ ഇടയിൽ ഒരു മെംബ്രെയിൻ ഉണ്ട്, ഒരു ഇൻട്രോഷ്യസ് മെംബ്രെയിൻ ഉണ്ട്. അതൊക്കെ എന്താണ്? സിൻഡസ്മോസിസ് ആണ്. നിങ്ങൾ ടെക്സ്റ്റിൽ പറയണൊന്നുമില്ല, ജസ്റ്റ് അറിഞ്ഞിരുന്നാൽ മതി. സിൻഡസ്മോസിസ്, അതായത് ഇതിപ്പോ റേഡിയസ് ആണ് വിചാരിക്കുക, ഇത് അൾനയാണ് വിചാരിക്കുക. റേഡിയസ് അൾന, ഇവരുടെ ഇടയിൽ ഒരു ഇൻട്രോഷ്യസ് മെംബ്രെയിൻ ഉണ്ട്. ഇവരുടെ ഇടയിൽ എന്തുണ്ട്? ഒരു ഇൻട്രോഷ്യസ് മെംബ്രെയിൻ ഉണ്ട് ബിറ്റ്വീൻ റേഡിയസ് ആൻഡ് അൾന. അതെന്താണ്? ഒരു സിൻഡസ്മോസിസ് ആണ്. ജസ്റ്റ് അറിഞ്ഞിരിക്കാൻ വേണ്ടി പറഞ്ഞാണ്. ഓക്കെ, പിന്നെ പറയും അടുത്ത ടൈപ്പ് ജോയിന്റ് ഏതാണ്? ഫൈബ്രസ് ജോയിന്റ് കഴിഞ്ഞാൽ പിന്നെ ഏതാണുള്ളത്? Cartilaginous joint. രണ്ടാമത്തെ ടൈപ്പാണ് കാർട്ടിലേജിനസ് ജോയിന്റ്സ്. കാർട്ടിലേജിനസ് ജോയിന്റ്സ്. കാർട്ടിലേജിനസ് ജോയിന്റ്സ് ആക്ച്വലി രണ്ട് ടൈപ്പ് ഉണ്ട്. ഏതൊക്കെയാണെന്ന് അറിയോ? കാർട്ടിലേജിനസ് ജോയിന്റ്സ് രണ്ട് ടൈപ്പ് ഉണ്ട്. ഒന്ന് പ്രൈമറി, രണ്ടാമത്തെ ഏതാണ്? സെക്കൻഡറി. ഇത് തമ്മിലൊരു ഡിഫറൻസ് എന്താന്ന് പറഞ്ഞാല്, പ്രൈമറി ആണെങ്കിൽ അവരുടെ ഇടയിലുള്ള കാർട്ടിലേജ് ഏതായിരിക്കും? ഇവിടെ ഉള്ളത് ഹൈലിൻ കാർട്ടിലേജ് ആയിരിക്കും. നമ്മൾ ടെക്സ്റ്റിൽ ഡിഫറൻഷിയേറ്റ് ചെയ്ത് പറയണൊന്നുമില്ല. സെക്കൻഡറി ആണെങ്കിൽ ഏത് കാർട്ടിലേജ് ആയിരിക്കും? ഫൈബ്രോ കാർട്ടിലേജ് ആയിരിക്കും. ഓക്കെ, പിന്നെന്താന്ന് വെച്ചാല് പ്രൈമറി കാർട്ടിലേജിനസ് ജോയിന്റ് എന്താണ്? പ്രൈമറി കാർട്ടിലേജിനസ് ജോയിന്റ് എന്താണ്? ടെമ്പററി ജോയിന്റ്സ് ആണ്. ഓക്കെ, ഇവരെന്താണ്? അതായത് ഒരു പോയിന്റ് കഴിഞ്ഞാൽ ഇവരെന്ത് ചെയ്യും? ഓസിഫൈ ചെയ്യും. ഓസിഫൈ ചെയ്യാന്ന് പറഞ്ഞാൽ എന്താണ്? അവര് ബോൺസ് ആയിട്ട് കൺവേർട്ട് ചെയ്യും. ടെമ്പററി ജോയിന്റ്സ് ആണ്. പ്രൈമറി കാർട്ടിലേജിനസ് ജോയിന്റ്സ് ടെമ്പററി ജോയിന്റ്സ് ആണ്. സെക്കൻഡറി കാർട്ടിലേജിനസ് ജോയിന്റ്സ് എന്താണ്? പെർമനന്റ് ആണ്. നിങ്ങൾ ടെക്സ്റ്റിൽ ഇങ്ങനെ പ്രൈമറിയും സെക്കൻഡറിയും ഒന്നും ആയിട്ട് കൊടുത്തിട്ടില്ല, ഞാൻ അറിഞ്ഞിരിക്കാൻ വേണ്ടി പറഞ്ഞതാണ്. പിന്നെന്താണ്? ഇതിലും സൈനോവിയൽ മെംബ്രെയിനോ സൈനോവിയൽ ഫ്ലൂയിഡോ അല്ലെങ്കിൽ സൈനോവിയൽ കാവിറ്റിയോ ഒന്നുമില്ല. ഓക്കെ, അപ്പോൾ ഇതൊക്കെ ഉള്ള സൈനോവിയൽ മെംബ്രെയിനും ഫ്ലൂയിഡും കാവിറ്റിയും ഒക്കെ ഉള്ള ജോയിന്റ് ഏതാണ്? മൂന്നാമത്തെ ടൈപ്പ് വരുന്നത് Synovial joints. അതാണ് സൈനോവിയൽ ജോയിന്റ്സ്. എന്തുകൊണ്ടാണ് ഇങ്ങനെ സൈനോവിയൽ ജോയിന്റ്സ് എന്ന് പറയാൻ കാരണം? ഫോർ എക്സാമ്പിൾ, ഇതൊരു ഇതൊരു ബോൺ, ഇതടുത്ത ബോൺ. ഞാനിത് ചെരിച്ച് വരക്കണ്ടേ. ഇതൊരു ബോൺ, ഇതൊരു ബോണ്, ഇത് അടുത്തൊരു ബോൺ. ഓക്കെ, ഇത് രണ്ട് ബോൺ. ഇതിന്റെ ഇടയിൽ എന്തൊക്കെ ഉണ്ടാവും? ഒന്ന്, ഇവരുടെ എൻഡിൽ എന്തുണ്ടാവും? ഇവരുടെ എൻഡിൽ എന്തുണ്ടാവും? ഇതെന്തുണ്ടാവും? കാർട്ടിലേജ് ഉണ്ടാവും. ഇതെന്തുണ്ടാവും? കാർട്ടിലേജ് ഉണ്ടാവും. പിന്നെ ഇവിടെ ഒരു ഇവരെങ്ങനെ കണക്ട് ചെയ്യണ ഒരു സൈനോവിയൽ എന്തുണ്ടാവും? സൈനോവിയൽ മെമ്പറൈൻ ഉണ്ടാവും. എന്താണുള്ളത്? സൈനോവിയൽ മെംബ്രെയിൻ ഉണ്ടാവും. ഈ സൈനോവിയൽ മെംബ്രെയിനിന്റെ പുറത്തു കൂടി എന്തുണ്ടാവും? ഒരു ക്യാപ്സുലാർ ലിഗമെന്റ് ഉണ്ടാവും. എന്തുണ്ടാവും? ഒരു ക്യാപ്സുലാർ ലിഗമെന്റ് ഉണ്ടാവും. ഇത് നിങ്ങൾ ടെക്സ്റ്റിൽ എടുത്ത് പറഞ്ഞിട്ടില്ല, ഞാൻ മനസ്സിലാവാൻ വേണ്ടിയിട്ട് പറഞ്ഞതാണ്. എന്തൊക്കെയുണ്ട്? ഇത് ബോണാണ്, ഇതെന്താണ്? ഇത് ബോണാണ്. പിന്നെ ഇത് ആർട്ടിക്കുലേറ്റിംഗ് കാർട്ടിലേജ്. ഇതെന്താണ്? കാർട്ടിലേജ് ആണ്, ബോൺസിന്റെ എൻഡിൽ. ഇതെന്താണ്? ഈ ഓറഞ്ച് കളറിൽ മാർക്ക് ചെയ്തിട്ടുള്ളതാണ് എന്ത്? സൈനോവിയൽ മെംബ്രെയിൻ. എന്താണ്? സൈനോവിയൽ മെംബ്രെയിൻ. അതിന്റെ പുറത്തുള്ളത് എന്താണ്? ഈ ഗ്രീൻ കളറിലുള്ളത് എന്താണ്? അതാണ് ക്യാപ്സുലാർ ലിഗമെന്റ്. അതാണ് എന്ത്? ക്യാപ്സുലാർ ലിഗമെന്റ്. പിന്നെ ഇതിന്റെ ഉള്ളിൽ എന്തുണ്ട്? ഇവിടെ എന്തുണ്ട്? സൈനോവിയൽ മെംബ്രെയിന്റെ ഉള്ളിൽ എന്തുണ്ട്? ഇവിടെ ഒക്കെ എന്തുണ്ട്? സൈനോവിയൽ ഫ്ലൂയിഡ് ഉണ്ട്. എന്തുണ്ട്? സൈനോവിയൽ
ഫ്ലൂയിഡ് ഉണ്ട്. ഇവിടെ എന്താണുള്ളത്? സൈനോവിയൽ ഫ്ലൂയിഡ്. അപ്പൊ ഇതാണ് ഒരു സൈനോവിയൽ ജോയിന്റിന്റെ ഒരു പിക്ചർ. എന്തൊക്കെയുണ്ട്? രണ്ട് ബോൺസിനിടയിൽ എന്തുണ്ട്? കാർട്ടിലേജ് ഉണ്ട്. അവരെ ചുറ്റി ഒരു സൈനോവിയൽ മെംബ്രെയിൻ ഉണ്ട്. ക്യാപ്സുലാർ ലിഗമെന്റ് ഉണ്ട്. സൈനോവിയൽ മെംബ്രെയിനുള്ളിൽ സൈനോവിയൽ ഫ്ലൂയിഡ് ഉണ്ട്. ഇങ്ങനത്തെ ജോയിന്റ്സിനെ നമ്മൾ എന്ത് വിളിക്കുക? സൈനോവിയൽ ജോയിന്റ്സ് എന്ന് വിളിക്കുക. ഓക്കെ. എന്താണ്? ദേ ആർ ക്യാരക്ടറൈസ്ഡ് ബൈ പ്രസൻസ് ഓഫ് ഫ്ലൂയിഡ് ഫിൽഡ് സൈനോവിയൽ ക്യാവിറ്റി എന്നാ പറയുന്നത്. അതായത് സൈനോവിയൽ മെംബ്രെയിൻ്റെ ഉള്ളിലുള്ളതാണ് എന്ത്? സൈനോവിയൽ ക്യാവിറ്റി. സൈനോവിയൽ ക്യാവിറ്റിയിലാണ് എന്ത് കാണുക? സൈനോവിയൽ ഫ്ലൂയിഡ് കാണുക. അവരെന്താണ്? ഓൾമോസ്റ്റ് എല്ലാ ടൈപ്പ് മൂവ്മെന്റ്സും എന്ത് ചെയ്യും? അലോ ചെയ്യും. ഓക്കെ. നമ്മളെ ടെക്സ്റ്റില് കുറച്ച് എക്സാമ്പിൾസ് കൊടുത്തിട്ടുണ്ട്. സൈനോവിയൽ ജോയിന്റ്സിന് കുറച്ച് എക്സാമ്പിൾസ് കൊടുത്തിട്ടുണ്ട്. ഏതൊക്കെയാണ്? ഒന്നാമത്തത് socket, ബോൾ ആൻഡ് സോക്കറ്റ്. ഓക്കെ. ബോൾ ആൻഡ് സോക്കറ്റ് ജോയിന്റ്സ്. ബോൾ ആൻഡ് സോക്കറ്റ് ജോയിന്റ്സ് എവിടേക്ക് കാണുക? ഒന്ന് നമ്മുടെ ഷോൾഡർ ജോയിന്റ്. ഒരു ബോൾ ആൻഡ് സോക്കറ്റ് ആണ്. രണ്ടാമത്തെ ഏതാണ്? ഹിപ്പ് ജോയിന്റ് എന്താണ്? ഒരു ബോൾ ആൻഡ് സോക്കറ്റ് ആണ്. ഇനി ഷോൾഡർ ജോയിന്റിൽ എന്തൊക്കെയാണ് ആർട്ടിക്കുലേറ്റ് ചെയ്യുന്നത്? ആർട്ടിക്കുലേറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ എന്തൊക്കെ കൂടിയാണ് ആ ജോയിന്റ് ഫോം ചെയ്യുക എന്നുള്ളതാണ് ആർട്ടിക്കുലേഷന്റെ മീനിങ്. ഷോൾഡർ ജോയിന്റ് ആകുമ്പോൾ ആർട്ടിക്കുലേഷൻ എന്താണ്? ഒന്ന് നമ്മളുടെ ഹ്യൂമറസ് വന്നിട്ട് സ്കാപ്പുലയിലുള്ള ഗ്ലീനോയിഡ് ക്യാവിറ്റി, സ്കാപ്പുല പറഞ്ഞിട്ട് ഒരു ബോൺ ഉണ്ട് നമുക്ക് ബാക്കിൽ, അതിന്റെ ഒരു ഗ്ലീനോയിഡ് ക്യാവിറ്റിയിൽ വന്ന് ആർട്ടിക്കുലേറ്റ് ചെയ്യും. അപ്പോഴാണ് ഷോൾഡർ ജോയിന്റ് ഫോം ചെയ്യുക. അതിന് ഗ്ലീനോ ഹ്യൂമറൽ ജോയിന്റ് എന്ന് കൂടി വിളിക്കും. കാരണം എന്താണ്? ഗ്ലീനോയിഡ് ക്യാവിറ്റിന്റെ ഗ്ലീനോയും ഹ്യൂമറസിന്റെ ഹ്യൂമറലും, അതാണ് ഗ്ലീനോ ഹ്യൂമറൽ ജോയിന്റ്. ഷോൾഡർ ജോയിന്റ് ഉണ്ട്, ഹിപ്പ് ജോയിന്റ് ഉണ്ട്, അത്ര അറിഞ്ഞാൽ മതി. ഇനി ഹിപ്പ് ജോയിന്റിന്റെ കേസ് ആണെങ്കിൽ ആർട്ടിക്കുലേറ്റിംഗ് എന്തൊക്കെ തമ്മിലാണ്? ഫീമറിന്റെ ഹെഡും അസെറ്റാബുലം, അതായത് ഹിപ്പ് ബോണിൽ അസെറ്റാബുലം പറഞ്ഞിട്ട് ഒരു ക്യാവിറ്റി ഉണ്ട്. അത് രണ്ടും കൂടി ആർട്ടിക്കുലേറ്റ് ചെയ്യുമ്പോഴാണ് എന്ത് ഫോം ചെയ്യാം? ഹിപ്പ് ജോയിന്റ് ഫോം ചെയ്യാം. കുഴപ്പമില്ല, ഞങ്ങള് സ്കെൽറ്റൽ സിസ്റ്റം പഠിക്കുമ്പോൾ ഞാൻ വൃത്തിക്ക് പറഞ്ഞിട്ടുണ്ട്. പറഞ്ഞിരിക്കുക, ബോൾ ആൻഡ് സോക്കറ്റ് ജോയിന്റ് ഉണ്ട്, ഷോൾഡർ ജോയിന്റും ഹിപ്പ് ജോയിന്റും ആണ് എന്ത്? ബോൾ ആൻഡ് സോക്കറ്റ് ജോയിന്റിന്റെ എക്സാമ്പിൾ. പറയും. അടുത്ത ടൈപ്പ് ഏതാണ്? രണ്ടാമത്തതാണ് hinge joint, ഹിഞ്ച് ജോയിന്റ്. ഹിഞ്ച് ജോയിന്റിന് എക്സാമ്പിൾ ആണ് നമ്മൾ നീ ജോയിന്റും പിന്നെ നീ ജോയിന്റ്, അതേപോലെ നമ്മുടെ എൽബോ ജോയിന്റും ഒക്കെ എന്താണ്? ഹിഞ്ച് ജോയിന്റിന്റെ എക്സാമ്പിൾ ആണ്. ഹിഞ്ച് ജോയിന്റ് എന്ന് പറയുമ്പോൾ എന്താണ്? അതായത് നോക്കൂ, ഒരു സൈഡിലേക്ക് മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ. ഇപ്പൊ എൽബോ നോക്കൂ, ഫ്ലെക്സ് ചെയ്താൽ അതിന്റെ അപ്പുറത്തെ സൈഡിലേക്ക് പോകാൻ പറ്റില്ല, ഇല്ലല്ലോ. ഒരു സൈഡിലേക്ക് മാത്രമേ എന്തുള്ളൂ? നമുക്ക് ഇതാക്കാൻ പറ്റുള്ളൂ. നീ ആണെങ്കിലും ബാക്കിലേക്ക് മടക്കണം, അതേപോലെ നമുക്ക് ഫ്രണ്ടിലേക്ക് എന്ത് ചെയ്യാൻ പറ്റൂല? മടക്കാൻ പറ്റില്ല. അതാണ് ഹിഞ്ചിന്റെ അർത്ഥം. അതാണ് ഹിഞ്ച് ജോയിന്റ്. ഏതൊക്കെയാണ്? നീ ജോയിന്റ് ഉണ്ട്, എൽബോ ജോയിന്റ് ഉണ്ട്. മൂന്നാമത്തെ ഏതാണ്? pivot joint, പിവോട്ട് ജോയിന്റ്. പിവോട്ട് ജോയിന്റ് എവിടേക്കാണ്? ബിറ്റ്വീൻ ഫസ്റ്റ് രണ്ട് ഏതൊക്കെയാണ്? ഫസ്റ്റ് രണ്ട് വെർട്ടിബ്രയാണ് ഏത്? അറ്റ്ലസും ആക്സിസും. അതിലാണ് എന്ത് കാണുക? പിവോട്ട് ജോയിന്റ് കാണുക. ബിറ്റ്വീൻ അറ്റ്ലസ് ആൻഡ് ആക്സിസ്. നമ്മൾ ഈ കഴുത്ത് നമ്മൾ രണ്ട് സൈഡിലേക്കും തിരിക്കണില്ലേ, അതൊക്കെ എന്താണ്? പിവോട്ട് ജോയിന്റ് കാരണമാണ്. ഓക്കെ. ഈ നോ നമ്മൾ യെസ് യെസ് അല്ല, നമ്മൾ ഈ നോ എന്ന് പറയുന്ന ആക്ഷൻ, നമ്മൾ നോ എന്ന് പറയുമ്പോൾ നമ്മൾ കഴുത്ത് തിരിക്കൂലേ, അതാണ് എന്ത്? പിവോട്ട് ജോയിന്റ്. അതായത് രണ്ട് സൈഡിലേക്കുള്ള ഈ ഒരു മൂവ്മെന്റ് ആണ് എന്ത്? പിവോട്ട് ജോയിന്റിനുള്ളത്. പിന്നെ നാലാമത്തെ ഏതാണ്? gliding joint, ഗ്ലൈഡിംഗ് ജോയിന്റ്. ഗ്ലൈഡിംഗ് ജോയിന്റ് എവിടെയുള്ളത്? pulse, ബിറ്റ്വീൻ കാർപ്പൽസ് ആണ് എന്ത്? ഗ്ലൈഡിംഗ് ജോയിന്റ് എവിടെയുള്ളത്? ബിറ്റ്വീൻ കാർപ്പൽസ്. നമുക്ക് എത്ര കാർപ്പൽ ബോൺസ് ഉണ്ട്? നമുക്ക് 8 കാർപ്പൽ ബോൺസ് ഉണ്ട്. സ്കഫോയിഡ്, ലൂണേറ്റ്, ട്രൈക്വിട്രം, പിസിഫോം, പിന്നെ ട്രപ്പീസിയം, ട്രപ്പിസോയിഡ്, കാപ്പിറ്റേറ്റ്, ഹാമേറ്റ്, ഇങ്ങനെ 8 കാർപ്പൽ ബോൺസ് ഉണ്ട്. നിങ്ങൾക്ക് പേരൊന്ന് പഠിക്കേണ്ട തോന്നുന്നു. നിങ്ങൾക്ക് അതിന്റെ നമ്പർ പഠിക്കേണ്ട ഇതേ വരുന്നുള്ളൂ അല്ലെ? പേരെവിടെ മെൻഷൻ ചെയ്യണില്ലല്ലോ ടെക്സ്റ്റില്. ഇനി ഇത് മറ്റേ സ്കെൽറ്റൽ സിസ്റ്റം എടുക്കുമ്പോൾ 8 ജോയിന്റ്സ് ഏതൊക്കെയാണ്, എന്തൊക്കെയാണ് പേര് എന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. ഇപ്പൊ 8 കാർപ്പൽ ബോൺസ് ഉണ്ട്, അതിന്റെ ഇടയിലുള്ള ജോയിന്റ് ആണ് എന്ത്? ഗ്ലൈഡിംഗ് ജോയിന്റ്. പിന്നെ ഏതാണ് അടുത്തത്?
അടുത്തത് ഏതാണ്? എവിടെ പോയാ? സാഡിൽ ജോയിന്റ് അല്ലെ? സാഡിൽ ജോയിന്റ് എവിടെയുള്ളത്? സാഡിൽ ജോയിന്റ് ഇസ് ബിറ്റ്വീൻ കാർപ്പൽ ആൻഡ് മെറ്റാകാർപ്പൽ ഓഫ് തമ്പ്. ബിറ്റ്വീൻ കാർപ്പൽ ആൻഡ് മെറ്റാകാർപ്പൽ ഓഫ് തമ്പ്. ഓക്കെ. അപ്പൊ ഇത്രയും സൈനോവിയൽ ജോയിന്റ്സ് ആണ് നമ്മളെ ബോഡിയിൽ ഉള്ളത്. ഏതൊക്കെയാണ്? ബോൾ ആൻഡ് സോക്കറ്റിന്റെ ഡിഫറെന്റ് ടൈപ്സ് ഇട്ടാ. ബോൾ ആൻഡ് സോക്കറ്റ്, ഹിഞ്ച്, പിവറ്റ്, ഗ്ലൈഡിങ്, സാഡില്. ഇതൊക്കെ പഠിക്കണം. ഇതൊക്കെ പഠിക്കണം. ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. ക്വസ്റ്റ്യൻ ആയിട്ട് വരും. മിക്കവാറും മാച്ച് ദ ഫോളോയിങ്ങിലൊക്കെ വരും. ഓക്കെ. ഇതുവരെ ഓക്കെ ആണോ? ആ ഓക്കെ. ഇങ്ങനെയാണെങ്കിൽ നമ്മളെ ടെക്സ്റ്റിൽ എന്താ പറഞ്ഞിരിക്കുന്നത് നമുക്ക് നോക്കാം. ജോയിൻസ് ആർ പോയിന്റ് ഓഫ് കോണ്ടാക്ട് ബിറ്റ്വീൻ ബോൺസ്, അല്ലെങ്കിൽ എന്താണ് ബിറ്റ്വീൻ ബോൺസ് ആൻഡ് കാർട്ടിലേജസ്. ഫോഴ്സ് ജനറേറ്റഡ് ബൈ മസിൽ ഈസ് യൂസ് ടു ക്യാരി ഔട്ട് മൂവ്മെന്റ് ത്രൂ ജോയിൻസ്. അതായത് മസിൽസിൽ ക്യാരി ചെയ്യുന്ന ഫോഴ്സ് ആണ് എന്ത്? ജോയിൻസിലേക്ക് ക്യാരി ഔട്ട് ചെയ്യുന്നത് അല്ലെങ്കിൽ മൂവ് ചെയ്യണത്. എന്തിനു വേണ്ടിയിട്ട്? അതിന്റെ മൂവ്മെന്റിന് വേണ്ടിയിട്ട്. വേർ ദ ജോയിന്റ് ആക്ട് ആസ് എ ഫൾക്രം. ഫൾക്രം എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയോ? ഒരു പോയിന്റ്, അതായത് മൂവ്മെന്റ് നടക്കണ ഒരു പോയിന്റ്, അതാണ് ഫൾക്രം. ഇപ്പോ ഫോർ എക്സാമ്പിൾ എന്താണ് ഇതിപ്പോ നമ്മള് പാർക്കിൽ പോകുമ്പോൾ നമ്മള് സീസോ കണ്ടുകണം ഇല്ലേ? സീസോയിൽ ഈ പോയിന്റ് ഇല്ലേ? ഇതാണ് ഇതിന്റെ ഫൾക്രം. അതായത് ഏത് പോയിന്റിലാണോ ആ മൂവ്മെന്റ് നടക്കണത് അതിനെയാണ് എന്ത് വിളിക്കുക? ഫൾക്രം എന്ന് വിളിക്കാം. ഓക്കെ. പിന്നെന്താണ്? ദ മൂവബിലിറ്റി അറ്റ് ദിസ് ജോയിൻസ് വേരി ഡിപ്പെൻഡിങ് ഓൺ ഡിഫറെന്റ് ഫാക്ടേഴ്സ്. എന്താണ്? ദ മൂവബിലിറ്റി, അതായത് ജോയിൻസിന്റെ മൂവബിലിറ്റി ഡിഫറെന്റ് ഫാക്ടേഴ്സിനെ എഫക്ട് ചെയ്യും. ജോയിൻസ് ഹാസ് ബീൻ ക്ലാസിഫൈഡ് ഇൻ ടു 3 മേജർ സ്ട്രക്ചറൽ ഫോംസ്. നെയിംലി ഏതൊക്കെയാണ് മൂന്നെണ്ണം? പറയും. ഫൈബ്രസ് ഉണ്ട്, കാർട്ടിലേജിനസ് ഉണ്ട്, സൈനോവിയൽ ഉണ്ട്. അപ്പൊ ഫൈബ്രസ് ജോയിന്റ്സിനെ പറ്റി പറയുകയാണെങ്കിൽ എന്തൊക്കെയാണ്? ദേ ഡു നോട്ട് അലൗ എനി മൂവ്മെന്റ്. ഫൈബ്രസ് ജോയിന്റിൽ ഒരു മൂവ്മെന്റും നടക്കൂല. കണ്ട, ഇതാണ് ഫൈബ്രസ് ജോയിന്റ്. ഇതാണ് ഫൈബ്രസ് ജോയിന്റ്. നമ്മളെ സ്യൂച്ചേഴ്സിലുള്ള, അതായത് ഇപ്പൊ ഒന്ന് ആലോചിച്ച് നോക്കാം, നമ്മളെ സ്കള്ളിലുള്ള സ്യൂച്ചേഴ്സിലുള്ളത് ഏതാണ്? ഫൈബ്രസ് ജോയിന്റ് ആണ്. കണ്ടോ, ഡെൻസ് ഫൈബ്രസ് കണക്റ്റീവ് ടിഷ്യൂ ആണ് എന്ത് ഫോം ചെയ്യണത്? ഫൈബ്രസ് ജോയിന്റ് ഫോം ചെയ്യണത്. ഒന്ന് ആലോചിച്ച് നോക്കാം, നമ്മളെ സ്കള്ളിൽ മൂവ്മെന്റ് നടക്കുകയാണെങ്കിൽ നമ്മളെ ബ്രെയിനിനെ ഒബ്വിയസ്ലി എഫക്ട് ചെയ്യും. അപ്പൊ അതില്ലാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് എന്ത്? ഫൈബ്രസ് ജോയിന്റ്സ് ഇമ്മൂവബിൾ ആയിട്ടുള്ളത്. ദീസ് ടൈപ്പ് ഓഫ് ജോയിന്റ് ഇസ് ഷോൺ ബൈ ദ ഫ്ലാറ്റ് സ്കൾ ബോൺസ് വിച്ച് ഫ്യൂസ് എൻഡ് ടു എൻഡ് വിത്ത് ദ ഹെൽപ്പ് ഓഫ് ഡെൻസ് ഫൈബ്രസ് കണക്റ്റീവ് ടിഷ്യൂ ഇൻ ദ ഫോം ഓഫ് സ്യൂച്ചേഴ്സ് ടു ഫോം ദ ക്രേനിയം. ക്രേനിയം എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ സ്കള്ളിന്റെ ക്യാവിറ്റി. അപ്പോ സ്യൂച്ചേഴ്സിലുള്ള ജോയിന്റ് ഏതാണ്? നമ്മുടെ ഫൈബ്രസ് ജോയിന്റ് ആണ്. ഡെൻസ് ഫൈബ്രസ് കണക്റ്റീവ് ടിഷ്യൂ ആണ് എന്ത് ചെയ്യുന്നത്? ഇതിനെ ജോയിൻ ചെയ്യുന്നത്. രണ്ടാമത്തെ ടൈപ്പ് ഏതാണ്? കാർട്ടിലേജിനസ് ജോയിന്റ്സ്. ഇതാണ് കേട്ടോ കാർട്ടിലേജിനസ് ജോയിന്റ്. കാർട്ടിലേജിനസ് ഇതാണ് എന്ത്? കാർട്ടിലേജിനസ് ജോയിന്റ് ബിറ്റ്വീൻ നമ്മുടെ വെർട്ടിബ്രയില്. കാർട്ടിലേജിനസ് ജോയിന്റിൽ എന്താ ഉണ്ടാവുക? ദ ബോൺസ് ഇൻവോൾവ് ആർ ജോയിൻ ടുഗെദർ വിത്ത് ദ ഹെൽപ്പ് ഓഫ് കാർട്ടിലേജ്. ബോൺസ് എന്താണ്? ഇത് കണ്ട, ഇതൊരു ബോണ്, ഇതൊരു ബോണ്. ഇതിന്റെ ഇടയിൽ എന്തുണ്ട്? കാർട്ടിലേജ് ഉണ്ട്. ഇന്റർവെർട്ടിബ്രൽ ഡിസ്കിൽ എന്തുണ്ട്? കാർട്ടിലേജ് ഉണ്ട്. The joint between the adjacent vertebra in the vertebral column is this pattern. It permit limited movement. ഫൈബ്രസ് ജോയിന്റിലാകുമ്പോൾ ഒരു മൂവ്മെന്റും നടക്കൂല. കാർട്ടിലേജിനസ് ജോയിന്റിലാകുമ്പോൾ എന്താണ്? കാർട്ടിലേജിനസ് ജോയിന്റ്സിൽ എന്താണ്? ഇവിടെ ലിമിറ്റഡ് മൂവ്മെന്റ് ആണ്. പിന്നെ ഞാൻ പറഞ്ഞ രണ്ട് ടൈപ്പ് ഉണ്ട്. ഏതൊക്കെയാണ്? പ്രൈമറി ഉണ്ട്, സെക്കൻഡറി ഉണ്ട്. പ്രൈമറി ആകുമ്പോൾ അവിടെയുള്ള കാർട്ടിലേജ് ഏതാണ്? ഹയലിൻ കാർട്ടിലേജ് ആണ്. സെക്കൻഡറി ആകുമ്പോൾ എന്താണ്? ഫൈബ്രോ കാർട്ടിലേജ് ആണ്. പ്രൈമറി എന്ന് പറയുമ്പോൾ ടെമ്പററി ആയിട്ടുള്ള കാർട്ടിലേജിനസ് ജോയിന്റ് ആണ്. അത് പിന്നീട് ഓസിഫൈ ചെയ്യും. പക്ഷെ സെക്കൻഡറി എന്ന് പറഞ്ഞാൽ എന്താണ്? പെർമനന്റ് ആണ്. ഓക്കെ. അപ്പോ
ഈ പിക്ചറിൽ കാണിച്ചിരിക്കുന്നുണ്ട്. ഇതാണ് എന്ത് കാർട്ടിലേജിനസ് ജോയിന്റ്. അടുത്ത ടൈപ്പ് ഏതാണ്? അടുത്ത ടൈപ്പാണ് നമ്മുടെ സൈനോവിയൽ ജോയിന്റ്. സൈനോവിയൽ ജോയിന്റ് എന്താണ്? ഇറ്റ് ഈസ് ക്യാരക്ടറൈസ്ഡ് ബൈ ദ പ്രസൻസ് ഓഫ് ഫ്ലൂയിഡ് ഫിൽഡ് സൈനോവിയൽ ക്യാവിറ്റി ബിറ്റ്വീൻ ദ ആർട്ടിക്കുലേറ്റിംഗ് സർഫസ് ഓഫ് ടു ബോൺസ്. ഇതാ ഈ പിക്ചറിൽ നോക്ക്, ഫ്ലൂയിഡ് ഫിൽഡ് സൈനോവിയൽ ക്യാവിറ്റി. ഈ സൈനോവിയൽ മെമ്പറൈനിലുള്ള സ്പേസ്, ഉള്ളിലുള്ള സ്പേസ് ആണ് എന്ത്? സൈനോവിയൽ ക്യാവിറ്റി. ബിറ്റ്വീൻ ടു ബോൺസിൽ സൈനോവിയൽ ക്യാവിറ്റി ഉണ്ട്, അതിൻ്റെ ഉള്ളിൽ സൈനോവിയൽ മെമ്പറൈൻ ഉണ്ട്. അങ്ങനെ ക്യാരക്ടറിസ്റ്റിക് ഉള്ള ജോയിന്റ്സിനെ നമ്മൾ എന്ത് പറയാ? സൈനോവിയൽ ജോയിന്റ്സ് എന്ന് പറയാം. സച്ച് എൻ അറേഞ്ച്മെന്റ് അലോ കൺസിഡറബിൾ മൂവ്മെന്റ്. അവിടെ എന്ത് നടക്കും? വേരിയസ് ടൈപ്സ് ഓഫ് മൂവ്മെന്റ്സ് നടക്കും. ദീസ് ജോയിന്റ്സ് ഹെൽപ്പ് ഇൻ ദ ലോക്കോമോഷൻ ആൻഡ് മെനി അതർ മൂവ്മെന്റ്സ്. ഇത് നമുക്ക് ലോക്കോമോഷന് വേണ്ടി ഹെൽപ്പ് ചെയ്യും, മൂവ്മെന്റ്സിന് വേണ്ടി ഹെൽപ്പ് ചെയ്യും. ഏതൊക്കെയാണ് എക്സാമ്പിള്? ഒന്ന്, ബോൾ ആൻഡ് സോക്കറ്റ് ജോയിന്റ് ബിറ്റ്വീൻ ഹ്യൂമറസ് ആൻഡ് പെക്ടറൽ ഗേർഡിൽ. പിന്നെന്താണ്? ഹിഞ്ച് ജോയിന്റ്. ഹിഞ്ച് ജോയിന്റ് ഏതാണ്? നീ ജോയിന്റ് ഉണ്ട്, എൽബോ ജോയിന്റ് ഉണ്ട്. പിവറ്റ് ജോയിന്റ് എന്താണ്? ബിറ്റ്വീൻ അറ്റ്ലസ് ആൻഡ് ആക്സിസ്. നമ്മൾ പറഞ്ഞു. ഗ്ലൈഡിംഗ് ജോയിന്റ് ബിറ്റ്വീൻ കാർപ്പൽസ് ആൻഡ് സാഡിൽ ജോയിന്റ് ബിറ്റ്വീൻ കാർപ്പൽ ആൻഡ് മെറ്റാകാർപ്പൽ ഓഫ് തമ്പ്. ഇതാണ് കുറച്ച് എക്സാമ്പിൾസ് ഓഫ് എന്ത്? സൈനോവിയൽ ജോയിന്റ്. ഇത് മറക്കരുത് ട്ടാ. മറ്റേ ഫിലിം ബ്ലാങ്ക്സ് എല്ലാം മാച്ച് ദ ഫോളോയിങ് ഒക്കെ ആയിട്ട് ക്വസ്റ്റ്യൻ ചോദിക്കും. ടൈപ്പ് പഠിക്കുക, എക്സാമ്പിൾ പഠിക്കുക. ഏതൊക്കെയാണ്? ബോൾ ആൻഡ് സോക്കറ്റ്, ഹ്യൂമറസും പെക്ട്രൽ ഗേർഡിലും. ഇൻജോയിന്റ്, നീ ജോയിന്റ്. പിവറ്റ് ആണെങ്കിൽ ബിറ്റ്വീൻ അറ്റ്ലസ് ആൻഡ് ആക്സിസ്. ഗ്ലൈഡിംഗ് ആണെങ്കിൽ ബിറ്റ്വീൻ കാർപ്പൽ. സാഡിൽ ആണെങ്കിൽ ബിറ്റ്വീൻ കാർപ്പൽ ആൻഡ് മെറ്റാകാർപ്പൽ. ഇവിടെ നോക്ക്, ഇത് ബോൾ ആൻഡ് സോക്കറ്റിന്റെ എക്സാമ്പിൾ കണ്ട. ഇതൊന്ന് ഷോൾഡർ ജോയിന്റ്. ഷോൾഡർ ജോയിന്റിൽ എന്താണ്? ഹ്യൂമറസ് പോയിട്ട് മറ്റേ ഗ്ലീനോയിഡ് കാവിറ്റി ഓഫ് സ്കാപ്പുലയിലാണ് ആർട്ടിക്കുലേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഷോൾഡർ ജോയിന്റ് ഉണ്ടാവും. ഹിപ്പ് ജോയിന്റ് ആവുമ്പോൾ ഇത് ഫീമർ. ഫീമർ പോയിട്ട് എവിടെ? ഇത് കണ്ട, ഇത് ഹിപ്പ് ബോണ്ട്. ഹിപ്പ് ബോണ്ട് അസെറ്റാബുലത്തിൽ പോയിട്ട് എന്ത് ചെയ്യും? ആർട്ടിക്കുലേറ്റ് ചെയ്യും. പിന്നെ ഇത് ഏതാണ്? ബോൾ ആൻഡ് സോക്കറ്റ് വെറൈറ്റി ഓഫ് സൈനോവിയൽ ജോയിന്റ്. അടുത്തതാണ് എന്ത്? നമ്മൾ പറഞ്ഞ ഹിഞ്ച് ജോയിന്റ്. ഇതാണ് എന്ത്? ഇതാണ് എന്ത്? ഹിഞ്ച് ജോയിന്റ്. കണ്ട ഈ സാധനം കണ്ട, ഇതിന് ഒരു സൈഡിലേക്ക് ഇത് തിരിച്ച് ഇങ്ങനെ ഒരു മൂവ്മെന്റ് ഇതിനില്ല. ഇത് ഇങ്ങോട്ടാണ് ആക്ച്വലി എന്ത് ചെയ്യുക? മൂവ് ചെയ്യുക. എങ്ങോട്ടാണ് മൂവ് ചെയ്യുക? ഇങ്ങോട്ട് മൂവ്മെന്റ് ഇല്ല. കണ്ട ഈ സ്ക്രൂ പോലത്തെ സാധനം നമുക്ക് ഇങ്ങോട്ട് മൂവ് ചെയ്യിക്കാൻ പറ്റില്ല. തിരിച്ചെന്താണ്? ഇത് ഇങ്ങോട്ടാണ് ഇതിന്റെ മൂവ് ചെയ്യുന്നത്. അതായത് ഒരു ഡയറക്ഷനിലേക്ക് മാത്രമേ എന്ത് ചെയ്യുള്ളൂ? മൂവ്മെന്റ് വരുള്ളൂ. ഇത് നമ്മൾ എന്ത് വിളിക്കും? ഹിഞ്ച് ജോയിന്റ്. നിങ്ങൾ നോക്കിയാൽ മതി, നിങ്ങൾ നീയൊക്കെ നമുക്ക് ഒരു സൈഡിലേക്ക് മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? ഫ്ലെക്സ് ചെയ്യാൻ പറ്റുള്ളൂ അല്ലെ? അടുത്ത സൈഡിലേക്ക് അതേപോലെ പറ്റില്ല. എക്സ്റ്റെൻഡ് ചെയ്യണതിൽ ഒരു ലിമിറ്റ് ഉണ്ട്. തിരിച്ച് അതേപോലെ അടുത്ത സൈഡിലേക്ക് പറ്റില്ല. അതേപോലെ തന്നെ നമ്മൾ എൽബോ ജോയിന്റും അല്ലെ? പിന്നെ ഇതാണ് പിവറ്റ് ജോയിന്റ്. ഇത് കണ്ട, ഇതാണ് എന്ത്? പിവറ്റ് ജോയിന്റ്. പിവറ്റ് ജോയിന്റ് എവിടെയുള്ളത്? ബിറ്റ്വീൻ അറ്റ്ലസ് ആൻഡ് ആക്സിസ്. കണ്ട ഈ ഒരു ഈ ഒരു റൊട്ടേറ്ററി പോലത്തെ ഈ ഒരു ഇങ്ങനെ നമ്മൾ നമ്മൾ രണ്ട് സൈഡിലും തല തിരിക്കണ്ടല്ലോ. നോ എന്ന് പറയാം. നോ എന്ന് പറയുന്ന ആക്ഷൻ ഇല്ലേ നമ്മൾ തല കൊണ്ട്? അതൊക്കെ എന്താണ്? പിവറ്റ് ജോയിന്റിന്റെ ഇത് കാരണമാണ്. പിന്നെ ഇതാണ് ഗ്ലൈഡിംഗ് ജോയിന്റ്. ഗ്ലൈഡിംഗ് ജോയിന്റ് എവിടെയാണുള്ളത്? ഗ്ലൈഡിംഗ് ജോയിന്റ് ബിറ്റ്വീൻ എവിടെയാണ്? കാർപ്പൽസ്. ഇതാണ് എന്ത്? ഗ്ലൈഡിംഗ് ജോയിന്റ്. ഗ്ലൈഡിംഗ് ജോയിന്റ് എവിടെയുള്ളത്? കാർപ്പൽ ബോൺസിലാണ് ഉള്ളത്. ഓക്കെ. പിന്നെ ഇത് ലാസ്റ്റത്തതാണ് എന്ത്? സാഡിൽ ജോയിന്റ്. സാഡിൽ ജോയിന്റ് ബിറ്റ്വീൻ കാർപ്പൽ ആൻഡ് മെറ്റാകാർപ്പൽ ഓഫ് തമ്പ് ട്ടോ. കാർപ്പൽ ആൻഡ് മെറ്റാകാർപ്പൽ ഓഫ് തമ്പിലാണ് സാഡിൽ ജോയിന്റ് വരുന്നത്. കണ്ട ഇതുമ്മ ഈ ഇത് കണ്ട, ഇതുമ്മ ഇങ്ങനെയുള്ള ഒരു മൂവ്മെന്റ്, ഈ രണ്ട് സൈഡിലേക്കുള്ള ഇങ്ങനെയുള്ള മൂവ്മെന്റ് ആണ് എന്ത്? സാഡിൽ ജോയിന്റ്. ഇതുവരെ ഓക്കെ ആണോ? ഈ സാഡൽ ജോയിന്റ് ഉം. കാലിന് പറ്റൂല. സാഡിൽ ജോയിന്റ് കാർപ്പൽ ആൻഡ് മെറ്റാകാർപ്പൽ ഓഫ് തമ്പ് കയ്യിൽ മാത്രമേ ഉണ്ടാവുള്ളൂ. ഓക്കെ. പിന്നെ എന്താ ഉള്ളത്? പിന്നെ അടുത്തത് ഡിസോർഡേഴ്സ് ഓഫ് മസ്കുലാർ ആൻഡ് സ്കെൽറ്റൽ സിസ്റ്റം. ഈ ചാപ്റ്ററിൽ വരുന്ന കുറച്ച് ഡിസോർഡേഴ്സിനെ പറ്റിയിട്ടാണ് ഇവിടെ പറയുന്നത്. ഇപ്പോൾ 6 ഡിസോർഡേഴ്സ് ആണ് നിങ്ങൾ ടെക്സ്റ്റിൽ കൊടുത്തിരിക്കുന്നത്. ഏതൊക്കെയാണ്? മയസീനിയ ഗ്രേവിസ്, മസ്കുലർ ഡിസ്ട്രോഫി, ടെക്റ്റനി, ആർത്രൈറ്റിസ്, ഓസ്റ്റിയോപോറോസിസ്, ഗൗട്ട്. സിമ്പിൾ ആണ്. അപ്പൊ നമുക്ക് നോക്കാം എന്തൊക്കെയാണ് ഈ ഡിസോർഡേഴ്സ്. ഫസ്റ്റത്തെ ഏതാണ്? ഫസ്റ്റത്തെ ഡിസോർഡർ എന്ന് പറഞ്ഞാല്
മയാസ്തീനിയ ഗ്രേവിസ്. മയാസ്തീനിയ ഗ്രേവിസ് ആക്ച്വലി എന്താണെന്നറിയോ? ഒരു ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസ് ആണ്. ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസ് എന്ന് പറഞ്ഞാൽ എന്താണ്? പറയ്, ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസ് എന്ന് പറഞ്ഞാൽ എന്താണ്? അതായത് നമ്മളെ ബോഡിയിലുള്ള ചില സെൽസ് അല്ലെങ്കിൽ ചില പാർട്ടിക്കിൾസ് നമ്മളെ ബോഡിനെ തന്നെ എന്ത് ചെയ്യും? ഡിസ്ട്രക്ട് ചെയ്യും. നമ്മളെ ബോഡിയിൽ ചില ഓട്ടോ ആന്റിബോഡീസ് ഉണ്ടാവും. അവര് നമ്മളെ ബോഡിയിലുള്ള പാർട്ടിക്കിളിനെ ഫോറിൻ ആയിട്ട് കാണും. എന്നിട്ട് സെൽഫ് ഡിസ്ട്രക്ഷൻ നടത്തും. അതിനാണ് എന്ത് പറയാ? ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസ് എന്ന് പറയാം. മയോസീനിയ ഗ്രേവിസിന്റെ കേസിൽ എന്താ ഉണ്ടാവുന്ന അറിയാം? ഓട്ടോ ആന്റിബോഡീസ് വരും. നമ്മളെ സ്വന്തം ശരീരം പ്രൊഡ്യൂസ് ചെയ്യുന്ന ഓട്ടോ ആന്റിബോഡീസ്, അതായത് നമുക്കെതിരെ നമ്മളെ ബോഡി പ്രൊഡ്യൂസ് ചെയ്യുന്ന ആന്റിബോഡീസിനാണ് എന്ത് പറയാ? ഓട്ടോ ആന്റിബോഡീസ് എന്ന് പറയാം. അവരെന്തിനെ എഗെയിൻസ്റ്റ് ആയിട്ട് ആക്ട് ചെയ്യുന്നറിയോ? ഇവര് എഗെയിൻസ്റ്റ് അസറ്റൈൽ കോളൈൻ റിസപ്റ്റേഴ്സ്. അസറ്റൈൽ കോളൈൻ റിസപ്റ്റേഴ്സിന് എഗെയിൻസ്റ്റ് ആക്ട് ചെയ്യും. അസറ്റൈൽ കോളൈൻ റിസപ്റ്റേഴ്സിന് എഗെയിൻസ്റ്റ് ആക്ട് ചെയ്യും. അപ്പൊ എന്തുണ്ടാവും? അസറ്റൈൽ കോളൈൻ റിസപ്റ്റേഴ്സിന് എഗെയിൻസ്റ്റ് ആക്ട് ചെയ്യുമ്പോൾ അവരുടെ അസറ്റൈൽ കോളിൻ റിസപ്റ്റേഴ്സിനെ ഡിസ്ട്രക്ട് ചെയ്യും. അതേപോലെ എന്ത് ചെയ്യും? ഇനാക്ടിവേറ്റ് ചെയ്യും. അസറ്റൈൽ കോളിൻ റിസപ്റ്റേഴ്സ് എന്താണ് പ്രൊഡ്യൂസ് ചെയ്യണത്? അസറ്റൈൽ കോളിൻ റിസപ്റ്റേഴ്സ് എന്താ പ്രൊഡ്യൂസ് ചെയ്യുന്നത്? അസറ്റൈൽ കോളൈൻ അല്ലെ? അസറ്റൈൽ കോളൈൻ ആണ് പ്രൊഡ്യൂസ് ചെയ്യണത്. അപ്പൊ ഈ റിസപ്റ്റേഴ്സ് കുറയുമ്പോൾ പ്രൊഡ്യൂസ് ചെയ്യുന്ന അസറ്റൈൽ കോളൈൻ എന്ത് ചെയ്യും? സ്വാഭാവികമായിട്ട് കുറയും. ഉം. അപ്പൊ എന്തുണ്ടാവും? ന്യൂറോ മസ്കുലർ ട്രാൻസ്മിഷൻ ഫെയിൽ ആവും. അസറ്റൈൽ കോളൈൻ എന്തിന് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്? ന്യൂറോ മസ്കുലർ ട്രാൻസ്മിഷൻ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അപ്പൊ എന്തുണ്ടാവും? ഫെയിലിയർ ഓഫ് ന്യൂറോ മസ്കുലർ ട്രാൻസ്മിഷൻ. ന്യൂറോ മസ്കുലർ ട്രാൻസ്മിഷൻ ഫെയിൽ ആവുമ്പോൾ എന്തുണ്ടാവും? മസിൽ കൺട്രാക്ഷൻ കാര്യങ്ങളൊന്നും പ്രോപ്പർ ആയിട്ട് നടക്കൂല. അപ്പൊ എന്തുണ്ടാവും? ഫെറ്റീഗ്, എബിലിറ്റി ഉണ്ടാവും. അതേപോലെ എന്തുണ്ടാവും? വീക്കണിങ് ഉണ്ടാവും. വീക്കണിങ് ഉണ്ടാവും. പിന്നെ എന്തുണ്ടാവും? പാരാലിസിസ് ഉണ്ടാവും. പാരാലിസിസ് ഓഫ് സ്കെൽറ്റൽ മസിൽ ഒക്കെ ഉണ്ടാവും. ഇപ്പൊ പറയും എന്താ നടക്കുന്നത്? മയസ്തീനിയ ഗ്രേവിസ് ഒരു ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസ് ആണ്. ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മളെ ബോഡിയിലെ ചില ആന്റിബോഡീസ് നമ്മളെ ബോഡിക്ക് എതിരായിട്ട്, ഓട്ടോ ആന്റിബോഡീസ് നമ്മളെ ബോഡിക്ക് എതിരായിട്ട് ചില ആന്റിബോഡീസിനെ ഉണ്ടാക്കും. അവരാണ് ഓട്ടോ ആന്റിബോഡീസ്. ഓട്ടോ ആന്റിബോഡീസ് എന്താ നടക്കുക? സെൽഫ് ഡിസ്ട്രക്ഷൻ. നമ്മളെ ബോഡിനെ അവർ ഫോറിൻ ആയിട്ട് കാണും, എന്നിട്ട് സെൽഫ് ഡിസ്ട്രക്ഷൻ നടത്തും. അങ്ങനെ വരുന്ന ഡിസീസിനാണ് നമ്മൾ ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസ് എന്ന് പറയാം. ഇപ്പൊ മൈലാസ്തീനിയ ഗ്രേവിസ് ഒരു ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസ് ആണ്. റുമറ്റോയിഡ് ആർത്രൈറ്റിസ് ഒരു ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസ് ആണ്. അങ്ങനെ ഒരുപാട് ടൈപ്പ് എന്തുണ്ട്? ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസ് ഉണ്ട്. ഓട്ടോ ആന്റിബോഡി ഇവിടെ നടക്കണം എന്താണെന്ന് വെച്ചാൽ, ഓട്ടോ ആന്റിബോഡി അസറ്റൈൽ കോളൈൻ അസറ്റൈൽ കോളൈൻ റിസപ്റ്റേഴ്സിന് അഗെയിൻസ്റ്റ് ട്ടോ. അസറ്റൈൽ കോളൈൻ റിസപ്റ്റേഴ്സിന് അഗെയിൻസ്റ്റ് ആക്ട് ചെയ്യും. അപ്പൊ അവരുടെ ഡിസ്ട്രക്ഷനും ഇനാക്ടിവേഷനും ഒക്കെ ഉണ്ടാവും. ഡിസ്ട്രക്ട് ചെയ്യും, ഇനാക്ടിവേറ്റ് ചെയ്യും. അപ്പൊ എന്ത് ചെയ്യും? അസറ്റൈൽ കോളൈൻ റിസപ്റ്റേഴ്സ് എന്താ ചെയ്യുന്നത് വെച്ചാൽ അസറ്റൈൽ കോളൈൻ പ്രൊഡ്യൂസ് ചെയ്യും. അസറ്റൈൽ കോളൈൻ എന്ത് ചെയ്യും? കുറയും. അസറ്റൈൽ കോളൈൻ എന്തിനാ ഹെൽപ്പ് ചെയ്യണത്? ന്യൂറോ മസ്കുലർ ട്രാൻസ്മിഷന് വേണ്ടിയിട്ടാണ് ഹെൽപ്പ് ചെയ്യുന്നത്. അപ്പൊ ന്യൂറോ മസ്കുലർ ട്രാൻസ്മിഷൻ മര്യാദക്ക് നടക്കൂല. അപ്പൊ എന്തുണ്ടാവും? ഫെറ്റിഗബിലിറ്റി ഉണ്ടാവും, വീക്കനിങ് ഉണ്ടാവും, പാരാലിസിസ് ഓഫ് സ്കെൽറ്റൽ മസിൽ ഉണ്ടാവും. ഇതാണ് ആക്ച്വലി ഇതിൽ നടക്കുന്നത്. നിങ്ങളുടെ ടെക്സ്റ്റിൽ എന്താ പറയുന്നത്? ഒരു ഓട്ടോ ഇമ്മ്യൂൺ ഡിസോർഡർ ആണ്. ന്യൂറോ മസ്കുലർ ജംഗ്ഷൻ ആക്ട് ചെയ്യും. അത് കാരണം ഫെറ്റീഗ്, വീക്കനിങ്, പാരാലിസിസ് ഒക്കെ ഉണ്ടാവും. ഇതാണ് അവിടെ നടക്കുന്ന ആക്ച്വൽ സംഭവം. എന്തുകൊണ്ടാണ് ഇങ്ങനെയാണ് അത് ന്യൂറോ മസ്കുലർ ജംഗ്ഷൻ ആക്ട് ചെയ്യുന്നത് എന്നുള്ളതാണ് ഞാനിപ്പോ ഇവിടെ പറഞ്ഞത്. മൈസ്തീനിയ ഗ്രേവിസ് ഓക്കെ ആണോ? ആ. അടുത്തതാണ് മസ്കുലർ ഡിസ്ട്രോഫി. മസ്കുലർ ഡിസ്ട്രോഫി എന്ന് പറഞ്ഞാൽ എന്താണ്? അതൊരു ജനറ്റിക് ഡിസോർഡർ ആണ്. എന്താണ്? ഇതൊരു ജനറ്റിക് ഡിസോർഡർ ആണ്. അതായത് നിങ്ങൾക്ക് അറിയാം, നമ്മളെ ബോഡിയിൽ
എക്സ് ക്രോമസോം ഉണ്ട്, വൈ ക്രോമസോം ഉണ്ട് അല്ലെ. ഇവിടെ എക്സ് ക്രോമസോമിന് എന്ത് നടക്കും? മ്യൂട്ടേഷൻ നടക്കും. എക്സ് ക്രോമസോമിന് എന്ത് നടക്കും? മ്യൂട്ടേഷൻ നടക്കും. എക്സ് ക്രോമസോമിന് മ്യൂട്ടേഷൻ നടക്കുമ്പോൾ അത് ഡിസ്ട്രോഫിൻ, ഇത് കാരണം ഡിസ്ട്രോഫിൻ എന്ന് പറഞ്ഞൊരു മസിൽ പ്രോട്ടീന് നമ്മുടെ സ്കെൽറ്റൽ മസിൽസിൽ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. സ്കെൽറ്റൽ മസിലിലും ഉണ്ട്, കാർഡിയാക് മസിലിലും ഉണ്ട്. ഡിസ്ട്രോഫിൻ എന്ന് പറഞ്ഞ ഒരു മസിൽ പ്രോട്ടീന് എവിടെ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്? നമ്മളെ സ്കെൽറ്റൽ മസിലിൽ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അപ്പൊ മ്യൂട്ടേഷൻ നടക്കുമ്പോൾ എന്തുണ്ടാവും? ഡിസ്ട്രോഫിൻ പ്രൊഡ്യൂസ് ചെയ്യൂല. ഡിസ്ട്രോഫിൻ എന്ത് ചെയ്യൂല? പ്രൊഡ്യൂസ് ചെയ്യൂല. ഡിസ്ട്രോഫിൻ പ്രൊഡ്യൂസ് ചെയ്യാതിരിക്കുമ്പോൾ എന്ത് ചെയ്യും? കാൽഷ്യത്തിന്റെ റിലീസ് നടക്കൂല. എന്ത് നടക്കൂല? കാൽഷ്യത്തിന്റെ ഒന്നും റിലീസ് നടക്കൂല. അപ്പൊ എന്ത് നടക്കും? മസിൽ കൺട്രാക്ഷൻ മര്യാദക്ക് നടക്കൂല. മസിൽ കൺട്രാക്ഷൻ ഡസ് നോട്ട് ടേക്ക് പ്ലേസ് പ്രോപ്പർലി. മസിൽ കൺട്രാക്ഷൻ ഡസ് നോട്ട് ടേക്ക് പ്ലേസ് പ്രോപ്പർലി. കാരണം കാൽഷ്യം, നമ്മൾ ഇന്നലെ പറഞ്ഞു, കാൽഷ്യം എവിടുന്നാ റിലീസ് ചെയ്യണത്? സാർക്കോപ്ലാസ്മി. വെരി ഗുഡ്, സാർക്കോപ്ലാസ്മിക് റെട്ടിക്കുലത്തിനാണ്. അപ്പൊ ഈ ഡിസ്ട്രോഫിന്റെ ഇത് കുറയുമ്പോൾ, ഡിസ്ട്രോഫിന്റെ പ്രൊഡക്ഷൻ കുറയുമ്പോൾ കാൽഷ്യം റിലീസ് കുറയും. കാൽഷ്യം റിലീസ് കുറയുമ്പോൾ എന്ത് ചെയ്യും? മസിൽ കോൺട്രാക്ഷൻ എന്ത് ചെയ്യൂല? ഡസ് നോട്ട് ടേക്ക് പ്ലേസ് പ്രോപ്പർലി. അതാണ് എന്തിൽ നടക്കുന്നത്? മസ്കുലാർ ഡിസ്ട്രോഫിയിൽ നടക്കുന്നത്. അപ്പൊ മസിലിന് എന്ത് നടക്കും? മസിലിന്റെ സ്ട്രെങ്ത് കുറയും. എന്ത് നടക്കും? മസിൽ സ്ട്രെങ്ത് എന്ത് ചെയ്യും? കുറയും. അതേപോലെ എന്ത് ചെയ്യും? ഡീജനറേഷൻ നടക്കും. ഇപ്പൊ നോക്കി, ഫിഗറിൽ നോക്കണേ, ഇത് ഏത് മസിലാണ്? നമ്മുടെ ബൈസെപ്സ് മസിലാണ് അല്ലെ. ഇവിടെ നോക്ക്, ഈ മസിലും ഈ മസിലും കമ്പയർ ചെയ്യുമ്പോൾ ഇത് കുറച്ചും കൂടി വീക്ക് മസിലല്ലേ, ഇത് കുറച്ച് ബൾക്കി സ്ട്രോങ് മസിലാണ്, ഇത് കുറച്ച് വീക്ക് മസിലാണ്. എന്തുകൊണ്ടാണ്? ഡീജനറേഷൻ നടന്നുകൊണ്ട്. അതാണ് മസ്കുലാർ ഡിസ്ട്രോഫി. ഇനി ഡിസ്ട്രോഫി എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ്? ഡിസ്ട്രോഫിൻ പ്രോട്ടീൻ അടങ്ങിയോണ്ടാണ് എന്ത് പറയുന്നത്? ഡിസ്ട്രോഫി എന്ന് പറയുന്നത്. ഡിസ്ട്രോഫിന്റെ ഫങ്ഷൻസ് എന്തൊക്കെയാന്ന് ചോദിച്ചാൽ നിങ്ങൾ അറിയണ്ട, ജസ്റ്റ് പഠിക്കൊന്നും വേണ്ട. അത് സ്ട്രക്ചറൽ സപ്പോർട്ട് കൊടുക്കും, അതേപോലെ മസിൽ സ്ട്രെങ്ത് മെയിൻറ്റെയിൻ ചെയ്യാനൊക്കെയാണ് ഡിസ്ട്രോഫിൻ പ്രോട്ടീൻ. അപ്പൊ അതില്ലാതെ ഇരിക്കുമ്പോൾ സ്വാഭാവികമായിട്ട് എന്ത് നടക്കും? മസിൽ സ്ട്രെങ്ത് കുറയും, മസിലിന് ഡീജനറേഷൻ നടക്കും. അതാണ് എന്ത്? മസ്കുലാർ ഡിസ്ട്രോഫി. ഇതുവരെ ഓക്കെയാണ്? ആ അടുത്തത് മൂന്നാമത്തത് ഏതാണ്? മൂന്നാമത്തെ നിങ്ങൾ ടെക്സ്റ്റിൽ പറയുന്നത് ടെറ്റനി. ടെറ്റനി എന്ന് പറഞ്ഞാല് സിമ്പിൾ ആണ്. അതായത് റാപ്പിഡ് സ്പാസംസ് നടക്കും. റാപ്പിഡ് സ്പാസം എന്ന് പറയും. സ്പാസം എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ? വൈൽഡ് കൺട്രാക്ഷനെ നമ്മൾ എന്ത് പറയാ? സ്പാസം എന്ന് പറയും. വൈൽഡ് കൺട്രാക്ഷൻ നമ്മൾ, അപ്പൊ നമുക്കറിയാം മസിൽ കൺട്രാക്ഷനും റിലാക്സേഷനും നടക്കുന്നുണ്ട് ഒരു മിനിമൽ എമൗണ്ടില്. അത് ഭയങ്കരമായിട്ട് റാപ്പിഡ് ആയിട്ട് നടന്നാൽ, ഇപ്പൊ ഈ പിക്ചറിൽ നോക്ക്, റാപ്പിഡ് ആയിട്ട് നടന്നാൽ എന്ത് ചെയ്യും? നമ്മളെ കണ്ട ഇതേപോലെ ആവും. നമുക്ക് അതിന്റെ മൂവ്മെന്റ് നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റൂല, അത്രയും വൈൽഡ് ആയിട്ടാണ് കൺട്രാക്ഷൻ നടക്കുന്നത്. അങ്ങനെ റാപ്പിഡ് സ്പാസംസ് നടക്കും. എന്ത് കാരണമാണ് റാപ്പിഡ് സ്പാസം നടക്കുന്നത്? ഡ്യൂ ടു ലോ കാൽഷ്യം ഇൻ ബോഡി ഫ്ലൂയിഡ്സ്. നമ്മളെ ബോഡി ഫ്ലൂയിഡ്സിൽ കാൽഷ്യത്തിന്റെ അമൗണ്ട് കുറയുമ്പോൾ, കാൽഷ്യം എന്തിനു വേണം? മസിൽ കൺട്രാക്ഷനും റിലാക്സേഷനും വേണ്ടി. മസിൽ കൺട്രാക്ഷൻ നടക്കണമെങ്കിൽ എന്ത് വേണം? കാൽഷ്യം വേണം, നമ്മൾ പറഞ്ഞു. അപ്പോൾ കാൽഷ്യത്തിന്റെ അളവ് കൂടുമ്പോൾ എന്ത് നടക്കും? റാപ്പിഡ് ആയിട്ട് എന്ത് നടക്കും? സ്പാസം നടക്കും. അതായത് വൈൽഡ് ആയിട്ട് കൺട്രാക്ഷൻ നടക്കും. വൈൽഡ് കൺട്രാക്ഷൻ നടക്കുമ്പോൾ എന്തുണ്ടാവും? ദാ ഇതേപോലെ നമ്മളെ ഹാൻഡ്സ് ഒക്കെ ഇതേപോലെ ആവും. അതിനാണ് എന്ത് പറയുന്നത്? ടെറ്റനി എന്ന് പറയുന്നത്. Okay, tetany is rapid spasm in muscle due to low calcium in body fluid. ജസ്റ്റ് ഡെഫിനിഷൻ അറിഞ്ഞാൽ മതി. അതാണ് ആദ്യത്തെ മൂന്ന് ഡിസോർഡേഴ്സ്. ഇനി അടുത്ത മൂന്നെണ്ണത്തിലേക്ക് വരുമ്പോൾ ഫസ്റ്റ് വൺ ഏതാണ്? ഇതാണ് നമ്മളെ നാലാമത്തെ
ആർത്രൈറ്റിസ്. ഞങ്ങളോട് പറഞ്ഞ് ഐറ്റിസ് എന്നുള്ള വേർഡ് വന്ന അതിന്റെ മീനിങ് എന്താണ്? ഇൻഫ്ലമേഷൻ. വെരി ഗുഡ്. ഐറ്റിസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇൻഫ്ലമേഷൻ. അപ്പൊ ഇവിടെ ആർത്രൈറ്റിസ് എന്ന് പറഞ്ഞാല് എന്തിന്റെ ഇൻഫ്ലമേഷൻ ആണ് നടക്കുന്നത്? ഇവിടെ എന്താണ്? ഇൻഫ്ലമേഷൻ ഓഫ് ജോയിൻസ്. ജോയിൻസിൽ വരുന്ന ഇൻഫ്ലമേഷൻ ആണ് നമ്മൾ എന്ത് വിളിക്കുക? ആർത്രൈറ്റിസ് എന്ന് വിളിക്കുക. ജോയിൻസിൽ വരുന്ന ഇൻഫ്ലമേഷൻ ആണ് വിളിക്കുക, എന്ത് വിളിക്കുക? ആർത്രൈറ്റിസ് എന്ന് വിളിക്കുക. ആർത്രൈറ്റിസ് കുറേ ടൈപ്പ് ഉണ്ട് കേട്ടോ. അതായത് ഇപ്പോ റുമറ്റോയിഡ് ആർത്രൈറ്റിസ് എന്ന് പറഞ്ഞൊരു ആർത്രൈറ്റിസ് ഉണ്ട്. പിന്നെ ഓസ്റ്റിയോ ആർത്രൈറ്റിസ്. ഇതാണ് വയസ്സായ ആൾക്കാർക്കൊക്കെ ഉണ്ടാവുക. എന്ത്? ഓസ്റ്റിയോ ആർത്രൈറ്റിസ്. അത് ഏജ് റിലേറ്റഡ് ആണ്. പിന്നെ സെപ്റ്റിക് ആർത്രൈറ്റിസ് എന്ന് പറഞ്ഞിട്ടുണ്ട്. സെപ്റ്റിക് ആർത്രൈറ്റിസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇൻഫെക്ഷൻ കാരണം വരുന്ന ആർത്രൈറ്റിസിനെയാണ് സെപ്റ്റിക് ആർത്രൈറ്റിസ് എന്ന് പറയാം. അപ്പോൾ റുമറ്റോയിഡ് ആർത്രൈറ്റിസ് ഉണ്ട്, ഓസ്റ്റിയോ ആർത്രൈറ്റിസ് ഉണ്ട്, സെപ്റ്റിക് ആർത്രൈറ്റിസ് ഉണ്ട്. ഇതൊക്കെ എന്താണ്? ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ആർത്രൈറ്റിസ് ആണ്. ആർത്രൈറ്റിസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ജോയിന്റ്സിൽ എന്ത് വരും? ഇൻഫ്ലമേഷൻ വരും. ഇത് കാരണം വരുന്ന കുറച്ച് ചേഞ്ചസ് ഞാൻ പറഞ്ഞുതരാം. ചേഞ്ചസ് എന്തൊക്കെയാണെന്ന് വെച്ചാല്, ഒന്നിപ്പോ നിങ്ങൾക്ക് പിക്ചറിൽ നോക്കുമ്പോ കാണാം. ഇതാണ് എന്ത്? ഇതാണ് നോർമൽ ജോയിന്റ്. ഇത് ഇവിടെ കമ്പയർ ചെയ്യുമ്പോൾ എന്താണ്? ഒന്ന് ജോയിന്റ് സ്പേസ് റെഡ്യൂസ് ചെയ്യും. ജോയിന്റ് സ്പേസ് എന്ത് ചെയ്യും? റെഡ്യൂസ് ചെയ്യും. പിന്നെ ഇനിയിപ്പോ ഓസ്റ്റിയോ ആർത്രൈറ്റിസിലൊക്കെ ആണെങ്കിൽ എന്ത് ചെയ്യും? ഓസ്റ്റിയോഫൈറ്റ്സിന്റെ ഫോർമേഷൻ നിങ്ങോട്ട് ശ്രദ്ധിച്ചു നോക്കിയാൽ കാണാം. ഇവിടെ ശ്രദ്ധിച്ചു നോക്കിയാൽ കാണാം, ഈ ബോണ് പോലെ സ്മൂത്ത് ആയിട്ടല്ല ഇവിടെ ഇവിടെ കണ്ട ഒരു കുഞ്ഞൊരു എക്സ്റ്റൻഷൻ പോലെ കണ്ട, അതിനെ നമ്മൾ എന്ത് വിളിക്കുക? ഓസ്റ്റിയോഫൈറ്റ്സ് എന്ന് വിളിക്കുക. ഓസ്റ്റിയോഫൈറ്റ്സിന്റെ ഫോർമേഷൻ ഉണ്ടാവും. ഓസ്റ്റിയോഫൈറ്റ്സിന്റെ ഫോർമേഷൻ കാണാൻ പറ്റും. ജോയിന്റ് സ്പേസ് റെഡ്യൂസ് ചെയ്യും, ഓസ്റ്റിയോഫൈറ്റ്സിന്റെ ഫോർമേഷൻ ഉണ്ടാവും. പിന്നെ എന്തുണ്ടാവും? സ്ക്ലീറോസിംഗ് ഒക്കെ ഉണ്ടാവും. നിങ്ങൾ അറിയണ്ട, തൽക്കാലം അറിഞ്ഞാൽ മതി. ഇൻഫ്ലമേഷൻ ഓഫ് ജോയിന്റ്സിനെ നമ്മൾ എന്ത് വിളിക്കുക? ആർത്രൈറ്റിസ് എന്ന് വിളിക്കാം. പല ടൈപ്പ് ഉണ്ട്. മൂന്നെണ്ണാണ്. റുമറ്റോയിഡ് ഉണ്ട്, ഓസ്റ്റിയോ ആർത്രൈറ്റിസ് ഉണ്ട്, സെപ്റ്റിക് ഉണ്ട്. സെപ്റ്റിക് എന്ന് പറഞ്ഞാൽ ഇൻഫെക്ഷൻ കാരണം വരുന്നതാണ് സെപ്റ്റിക് ആർത്രൈറ്റിസ്. പിന്നെ റുമറ്റോയിഡ് ആർത്രൈറ്റിസ് എന്താണ്? ഞാൻ നേരത്തെ പറഞ്ഞ ഒരു ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസ് ആണ്. റുമറ്റോയിഡ് ആർത്രൈറ്റിസ് എന്താണ്? ഒരു ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസ് ആണ്. ഓക്കെ, അപ്പൊ ആർത്രൈറ്റിസ് ഓക്കെ ആണോ? ആ. ഓസ്റ്റിയോഫൈറ്റ്സ്. ഓക്കെ, പിന്നെ അഞ്ചാമത്തെ ഡിസോർഡർ ഏതാണ്? ഇതാണ് ഓസ്റ്റിയോപോറസിസ്. പറയും, എന്താണ് ഓസ്റ്റിയോപോറസിസ്? ഓസ്റ്റിയോപോറസിസ് എന്ന് പറഞ്ഞാല് ഫസ്റ്റ് അറിഞ്ഞിരിക്കേണ്ടത് എന്താ വെച്ചാല്, ഇറ്റ് ഈസ് എൻ ഏജ് റിലേറ്റഡ് ഡിസോർഡർ. എന്താണ്? ഒരു ഏജ് റിലേറ്റഡ് ഡിസോർഡർ ആണ് എന്ത്? ഓസ്റ്റിയോപോറസിസ്. അതായത് ബോണിന്റെ മിനറൽസും ഫൈബേഴ്സും ഒക്കെ ലോസ് ആവും. ബോൺ ലോസസ് ഇറ്റ്സ് മിനറൽസ് ആൻഡ് ഫൈബേഴ്സ്. ഈ വേർഡിനെ ഇതാക്ക്. ഓസ്റ്റിയോ എന്ന് പറഞ്ഞാൽ എന്താണ്? ഓസ്റ്റിയോ എന്ന് പറഞ്ഞാൽ എന്താണ്? സംതിങ് റിലേറ്റഡ് ടു ബോൺ. പോറസ് എന്ന് പറഞ്ഞാൽ എന്താണ്? പോർസ് ഫോം ചെയ്യും. കണ്ട, ഇതാണ് നോർമൽ ബോണ്, ഇതാണ് ഓസ്റ്റിയോപോറട്ടിക് ബോണ്, അല്ലെ? അപ്പൊ ഓസ്റ്റിയോപോറസിസ് നടത്തുമ്പോൾ കണ്ട ലാർജ് ലാർജ് ഹോൾസ് പോലെ കണ്ടത് നോർമൽ ആണ്. ഇത് ഓസ്റ്റിയോപോറസിസ് ഉള്ള ബോണാണ്. അതാണ് എന്ത്? ഓസ്റ്റിയോപോറസിസ് എന്ന് പറഞ്ഞാൽ. അതായത് ബോൺ സ്ട്രെങ്ത് കുറയും. അതിന്റെ മിനറൽസും ഫൈബേഴ്സും ഒക്കെ കുറഞ്ഞിട്ട് എന്തുണ്ടാവും? ബോണിന്റെ സ്ട്രെങ്ത് കുറയും. ഇനി മേജർ കോസ് എന്താണെന്ന് വെച്ചാൽ യൂഷ്വലി ഫീമെയിലാണ് കാണുക. മേജർ കോസ് എന്താന്ന് വെച്ചാൽ ഹോർമോണൽ ഇംബാലൻസ് കാരണമാണ് എന്ത് വരുന്നത്? ഓസ്റ്റിയോപോറസിസ് വരുന്നത്. ഇംബാലൻസ് ഹോർമോണൽ ഇംബാലൻസ് കാരണമാണ് എന്ത്? ഓസ്റ്റിയോപോറസിസ് വരുന്നത്. ഏതൊക്കെ ഹോർമോൺസ് ആണ്? പറയ്. ഈസ്ട്രജൻ. ഉം. ഒന്ന് ഈസ്ട്രജൻ. അത് കൂടാതെ ഏതൊക്കെയുണ്ട്?
കാൽസിറ്റോണിന്, പിന്നെ പാരാതോർമോണ്, ഈസ്ട്രജന്, ഇതൊക്കെ കാരണം, ഇതിന്റെ ഒക്കെ ഡെഫിഷ്യൻസി കാരണം. അതുകൂടാതെ പിന്നെന്താണ്, വൈറ്റമിൻ ഡിന്റെ ഡെഫിഷ്യൻസി. വൈറ്റമിൻ ഡിന്റെ ഡെഫിഷ്യൻസി ഒക്കെ കാരണമാണ് എന്ത് വരുന്നത്, ഓസ്റ്റിയോപോറോസിസ് വരുന്ന ഒരു ഏജ് റിലേറ്റഡ് ഡിസോർഡർ ആണ്. ബോൺ ലോസസ് ഇറ്റ്സ് മിനറൽസ് ആൻഡ് ഫൈബേഴ്സ്. ഹോർമോണൽ ഇംബാലൻസ് കാരണമാണ് വരുന്നത്. ഏതൊക്കെ ഹോർമോൺസ് ആണ്? ഈസ്ട്രജൻ ഉണ്ട്, കാൽസിറ്റോണിൻ ഉണ്ട്, പാരാത്തോർമോൺ ഉണ്ട്. യൂഷ്വലി കാൽസിറ്റോണിനും പാരാത്തോർമോണും ഒക്കെ വൈറ്റമിൻ ഡി, ഏറ്റവും കാൽഷ്യത്തിന് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടും ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അപ്പൊ കാൽഷ്യത്തിന്റെ കുറവ് കാരണം എന്ത് വരാം? ഓസ്റ്റിയോപോറോസിസ് വരാം. എന്ത് വരാം? കാൽഷ്യം കുറയുമ്പോഴും എന്ത് വരാം? ഇറ്റ് ക്യാൻ ഹാപ്പൻ ഡ്യൂ ടു ഡെഫിഷ്യൻസി ഓഫ് കാൽഷ്യം ഓൾസോ. അപ്പൊ നമ്മൾ എന്ത് പറഞ്ഞു? ഓസ്റ്റിയോപോറോസിസ് പറഞ്ഞു. ഇനി ലാസ്റ്റ് ഡിസോർഡർ ആണ് ഏത്? ഗൗട്ട്. ലാസ്റ്റ് ഡിസോർഡർ ആണ് ഏത്? ഗൗട്ട്. ഗൗട്ട് എന്ന് പറഞ്ഞാല് എന്താണ്? ഇൻഫ്ലമേഷൻ ഓഫ് ജോയിന്റ്സ്. ഇവിടെ ഇൻഫ്ലമേഷൻ ഓഫ് ജോയിന്റ്സ് ഡ്യൂ ടു എന്താണ്? അക്യുമുലേഷൻ ഓഫ് യൂറിക് ആസിഡ്. യൂറിക് ആസിഡിന്റെ അക്യുമുലേഷൻ കാരണം ജോയിന്റ്സിൽ എന്ത് വരും? ഇൻഫ്ലമേഷൻ വരും. അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കണത്? ഗൗട്ട് എന്ന് വിളിക്കണത്. യൂറിക് ആസിഡ് എങ്ങനെ? അതായത് പ്യൂരിൻ മെറ്റബോളിസം എന്ന് പറഞ്ഞൊരു മെറ്റബോളിസം ഉണ്ട്. പ്യൂരിൻ മെറ്റബോളിസം. അതിലെന്തെങ്കിലും ഡിഫക്റ്റ് വരികയാണെങ്കിൽ, പ്യൂരിൻ മെറ്റബോളിസത്തിൽ എന്തെങ്കിലും ഡിഫക്റ്റ് വരികയാണെങ്കിൽ എന്താ സംഭവിക്കാന്നറിയോ? യൂറിക് ആസിഡിന്റെ പ്രൊഡക്ഷൻ കൂടും. യൂറിക് ആസിഡിന്റെ പ്രൊഡക്ഷൻ കൂടും. ഈ യൂറിക് ആസിഡ് പോയിട്ട് നമ്മളെ ജോയിന്റ്സിലൊക്കെ എന്ത് ചെയ്യും? ഡെപ്പോസിറ്റ് ചെയ്യും. യൂറിക് ആസിഡ് പോയിട്ട് നമ്മളെ ജോയിന്റ്സിലൊക്കെ ഡെപ്പോസിറ്റ് ചെയ്യും. യൂഷ്വലി എവിടെ ഡെപ്പോസിറ്റ് ചെയ്യണം എന്ന് വെച്ചാൽ നമ്മളെ കാലിലുള്ള ഗ്രേറ്റർ ടോന്റെ ആ ജോയിന്റിലാണ് യൂഷ്വലി ഇതാക്കണ്ട. യൂഷ്വലി ഇവിടെ ഉണ്ടാവും. അപ്പൊ എന്തുണ്ടാവും? ഗ്രേറ്റർ ടോ ജോയിന്റിലാണ് ഡെപ്പോസിറ്റ് ചെയ്യുക. അപ്പൊ നമുക്ക് എന്തുണ്ടാവും? പെയിൻ ഉണ്ടാവും, സ്വെല്ലിംഗ് ഉണ്ടാവും. ഓക്കെ, ഇറ്റ് ഈസ് ദ ഇൻഫ്ലമേഷൻ ഓഫ് ജോയിന്റ് ഡ്യൂ ടു അക്യുമുലേഷൻ ഓഫ് യൂറിക് ആസിഡ്. ഇറ്റ് ഈസ് ദ ഇൻഫ്ലമേഷൻ ഓഫ് ജോയിന്റ് ഡ്യൂ ടു എന്താണ്? അക്യുമുലേഷൻ ഓഫ് യൂറിക് ആസിഡ്. പ്യൂരിൻ മെറ്റബോളിസം, പ്യൂരിൻ പിരമിഡിൻ എന്നൊക്കെ കേട്ടിട്ടില്ലേ? അതിന്റെ ഒക്കെ മെറ്റബോളിസം എന്ത് നടക്കുന്നുണ്ട്? നമ്മളെ ബോഡിയിൽ നടക്കുന്നുണ്ട്. അങ്ങനെ പ്യൂരിൻ മെറ്റബോളിസത്തിൽ എന്തെങ്കിലും പ്രശ്നം വരുമ്പോൾ, പ്യൂരിൻ മെറ്റബോളിസത്തിൽ എന്തെങ്കിലും ഡിഫക്റ്റ് വരുമ്പോൾ യൂറിക് ആസിഡിന്റെ പ്രൊഡക്ഷൻ എന്ത് ചെയ്യും? കൂടും. അങ്ങനെ യൂറിക് ആസിഡിന്റെ പ്രൊഡക്ഷൻ കൂടുമ്പോൾ അവരെന്ത് ചെയ്യും? നമ്മളെ ബോഡിയിലുള്ള ചില ജോയിന്റ്സിൽ പോയിട്ട് എന്ത് ചെയ്യും? ഡെപ്പോസിറ്റ് ചെയ്യും. യൂഷ്വലി ഗൗട്ടിന്റെ കേസിൽ യൂറിക് ആസിഡ് പോയി ഡെപ്പോസിറ്റ് ചെയ്യൽ എവിടെയാണെന്ന് അറിയാം? ഗ്രേറ്റർ ടോന്റെ ജോയിന്റിലാണ് പോയി ഡെപ്പോസിറ്റ് ചെയ്യുക. അപ്പൊ എന്താണ്? നമുക്ക് പെയിനും സ്വെല്ലിങ്ങും ഒക്കെ ഉണ്ടാവും. അതിനെ നമ്മൾ എന്ത് വിളിക്കാം? ഗൗട്ട് എന്ന് വിളിക്കാം. ഇതുവരെ ഓക്കെ ആണോ? ആ അങ്ങനാണെങ്കിൽ നിങ്ങൾ NCERT എന്താ പറഞ്ഞിരിക്കുന്നത് നോക്കാം. മയാസ്തീനിയ ഗ്രേവ്സ് ആണ് ഫസ്റ്റ് പറഞ്ഞിട്ടുള്ള ഡിസോർഡർ. എന്താണ്? ഒരു ഓട്ടോ ഇമ്മ്യൂൺ ഡിസോർഡർ. ഞാൻ പറഞ്ഞു, അഫക്റ്റിംഗ് ന്യൂറോ മസ്കുലാർ ജംഗ്ഷൻ ലീഡിങ് ടു ഫറ്റീഗ്, വീക്കനിങ്, പാരാലിസിസ് ഓഫ് സ്കെൽറ്റൽ മസിൽ. എന്താണ്? നമ്മളെ ന്യൂറോ മസ്കുലാർ ജംഗ്ഷൻ എഫക്ട് ചെയ്യുന്ന ഒരു ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസ് ആണ്. എന്താ സംഭവിക്കണത്? അസിറ്റൈൽ കോളൈൻ റിസപ്റ്റേഴ്സിന് ഓട്ടോ ആന്റിബോഡീസ് വന്നിട്ട് എന്ത് ചെയ്യും? ഡിസ്ട്രക്ട് ചെയ്യും. അങ്ങനെ ഡിസ്ട്രക്ട് ചെയ്യുമ്പോൾ അസിറ്റൈൽ കോളൈന്റെ പ്രൊഡക്ഷൻ കുറയും. അസറ്റൈൽ കോളിന്റെ പ്രൊഡക്ഷൻ കുറയുമ്പോൾ എന്ത് ചെയ്യും? ന്യൂറോ മസ്കുലർ ട്രാൻസ്മിഷൻ നടക്കൂല. അപ്പൊ എന്ത് ചെയ്യും? ഫെറ്റീഗ്, വീക്കനിങ്, പാരാലിസിസ് ഒക്കെ ഉണ്ടാവും. രണ്ടാമത്തെ ഏതാണ്? മസ്കുലാർ ഡിസ്ട്രോഫി. മസ്കുലാർ ഡിസ്ട്രോഫി എന്ന് പറയുന്നത് പ്രോഗ്രസീവ് ഡീജനറേഷൻ ഓഫ് സ്കെൽറ്റൽ മസിൽ, മോസ്റ്റ്ലി ഡ്യൂ ടു ജനറ്റിക് ഡിസോർഡർ. അതായത് നമ്മൾ എക്സ് ക്രോമസോമിൽ ഒരു മ്യൂട്ടേഷൻ വരും. ഈ മ്യൂട്ടേഷൻ കാരണം ഡിസ്ട്രോഫിൻ പ്രോട്ടീൻ പ്രൊഡ്യൂസ് ചെയ്യില്ല. ഡിസ്ട്രോഫിൻ പ്രോട്ടീൻ എന്താ ചെയ്യണത്? അത് സ്ട്രക്ചറൽ സപ്പോർട്ട് കൊടുക്കുന്നുണ്ട്, പിന്നെ മസിൽ ഡാമേജ് പ്രിവെന്റ് ചെയ്യും, മസിൽ സ്ട്രെങ്ത് പ്രൊവൈഡ് ചെയ്യും. ഇതൊക്കെയാണ് ഡിസ്ട്രോഫിൻ പ്രോട്ടീൻ ചെയ്യണത്. അപ്പൊ അങ്ങനെ അതിന്റെ കുറവ് കാരണം അതിന്റെ കൂടെ തന്നെ കാൽഷ്യം റിലീസും നടക്കൂല. അപ്പൊ എന്ത് നടക്കും? ഡീജനറേഷൻ നടക്കും. എന്ത് നടക്കും? മസിൽ ഡീജനറേഷൻ നടക്കും. അതിനാണ് നമ്മൾ മസ്കുലർ ഡിസ്ട്രോഫി എന്ന് പറയുന്നത്. അടുത്തത് ഏതാണ്? ടെറ്റനി. ടെറ്റനി എന്ന് പറഞ്ഞാൽ റാപ്പിഡ് സ്പാസം അല്ലെങ്കിൽ വൈൽഡ് കോൺട്രാക്ഷൻ. കാൽഷ്യത്തിന്റെ ലോ ലെവൽ ഓഫ് കാൽഷ്യം കാരണം
റാപ്പിഡ് സ്പാസം അല്ലെങ്കിൽ വൈൽഡ് കോൺട്രാക്ഷൻ നടക്കുന്നതിനാണ് എന്ത് പറയുന്നത്, ടെറ്റനി എന്ന് പറയുന്നത്. ഓക്കെ. അടുത്തത് ആർത്രൈറ്റിസ്. ഐറ്റിസ് എന്ന് പറഞ്ഞാൽ എന്തിന്റെ ഇൻഫ്ലമേഷൻ ആണ് നമ്മൾ ഐറ്റിസ് എന്ന് പറയുന്നത്. ഐറ്റിസ് എന്ന് പറഞ്ഞ വേർഡിന്റെ മീനിങ് എന്താണ്, ഇൻഫ്ലമേഷൻ. അപ്പോൾ ഇവിടെ ആർത്രൈറ്റിസ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഇൻഫ്ലമേഷൻ ഓഫ് ജോയിന്റ്സ്. ജോയിന്റ്സിൽ വരുന്ന ഇൻഫ്ലമേഷനെ നമ്മൾ എന്ത് വിളിക്കുക, ആർത്രൈറ്റിസ് എന്ന് വിളിക്കുക. നമ്മൾ പറഞ്ഞ് പല ടൈപ്പ് ഉണ്ട്. റുമറ്റോയിഡ് ആർത്രൈറ്റിസ് ഉണ്ട്, ഓസ്റ്റിയോ ആർത്രൈറ്റിസ് ഉണ്ട്, സെപ്റ്റിക് ആർത്രൈറ്റിസ് ഉണ്ട്, അങ്ങനെ പല ടൈപ്പ് ആർത്രൈറ്റിസ് ഉണ്ട്. ഓക്കെ. പിന്നെന്താണ് അടുത്തത്, ഓസ്റ്റിയോപോറോസിസ്. ഓസ്റ്റിയോപോറോസിസ് എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞൊരു ഏജ് റിലേറ്റഡ് ഡിസോർഡർ ആണ്. ക്യാരക്ടറൈസ്ഡ് ബൈ ഡിക്രീസ്ഡ് ബോൺ മാസ് ആൻഡ് ഇൻക്രീസ്ഡ് ചാൻസ് ഓഫ് ഫ്രാക്ചർ. ഇങ്ങനെ ബോൺ മാസ് കുറയും. ഓസ്റ്റിയോപോറോസിസ്, ഞാൻ പറഞ്ഞ ഓസ്റ്റിയോ എന്ന് പറഞ്ഞാൽ സംതിങ് റിലേറ്റഡ് ടു ബോൺ ആണ്. പോറസിസ് എന്ന് പറഞ്ഞാൽ എന്താണ്, പോർസ് ഫോം ചെയ്യും. ബോൺസിന്റെ മിനറൽസും ഫൈബേഴ്സും ഒക്കെ കുറഞ്ഞിട്ട് അവിടെ എന്ത് ചെയ്യും, പോർസ് ഫോം ചെയ്യും. അപ്പൊ അങ്ങനെ ആകുമ്പോൾ ഇത് ഭയങ്കര ഫ്രജൈലാവും. ഫ്രജൈൽ എന്ന് പറഞ്ഞാൽ എന്താണ്, പൊട്ടാനുള്ള സാധ്യത കുറയും. ഓസ്റ്റിയോപോറോസിസ് ഉള്ള ഒരാൾ പെട്ടെന്ന് വീഴുകയാണ് വിചാരിക്കും, അവർക്ക് ഫ്രാക്ചർ ഉണ്ടാവാനുള്ള സാധ്യത ഭയങ്കര കൂടുതലായിരിക്കും. കാരണം അവരുടെ ബോൺ സ്ട്രെങ്ത് എന്തായിരിക്കും, ഭയങ്കര കുറവായിരിക്കും. അപ്പൊ അതിനാണ് നമ്മൾ എന്ത് വിളിക്കുക, ഓസ്റ്റിയോപോറോസിസ് എന്ന് വിളിക്കുക. ഇത് ഹോർമോണൽ ഇംബാലൻസ് കാരണം ഉണ്ടാവാം. ഡിക്രീസ്ഡ് ലെവൽ ഓഫ് ഈസ്ട്രജൻ ഇസ് എ കോമൺ കോസ്. ഈസ്ട്രജൻ മാത്രമല്ല, ഞാൻ പറഞ്ഞു ഗാൽസിറ്റോണിൻ, പാരാത്തോർമോൺ ഒക്കെ കുറവ് കാരണം എന്തുണ്ടാവും, ഓസ്റ്റിയോപോറോസിസ് ഉണ്ടാവും. അതേപോലെ വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസി കാരണം ഉണ്ടാവാം. കാൽഷ്യത്തിന്റെ അളവ് കുറഞ്ഞാലൊക്കെ എന്തുണ്ടാവാം, നമുക്കറിയാം ബോണിന് സ്ട്രെങ്ത് കൊടുക്കണ ഒരു മിനറൽ ആണ് ഏത്, കാൽഷ്യം. അപ്പൊ കാൽഷ്യം കുറഞ്ഞാലും എന്തുണ്ടാവാം, ഓസ്റ്റിയോപോറോസിസ് ഉണ്ടാവാം. ലാസ്റ്റ് ഡിസോർഡർ ആണ് എന്ത്, ഗൗട്ട്. ഗൗട്ട് എന്ന് പറഞ്ഞാൽ എന്താണ്, ഇൻഫ്ലമേഷൻ ഓഫ് ജോയിന്റ് ഡ്യൂ ടു അക്യുമുലേഷൻ ഓഫ് യൂറിക് ആസിഡ് ക്രിസ്റ്റൽസ്. അതായത് നമ്മുടെ ബോഡിയിൽ പ്യൂരിൻ മെറ്റബോളിസം, പിരമിഡിൻ മെറ്റബോളിസം, അങ്ങനെ ഒരുപാട് ടൈപ്പ് മെറ്റബോളിസം നടക്കുന്നുണ്ട്. പ്യൂരിൻ മെറ്റബോളിസത്തിൽ ഒരു ഡിഫക്റ്റ് വരുമ്പോൾ, പ്യൂരിൻ മെറ്റബോളിസത്തിൽ എന്ത് വരുമ്പോൾ, ഒരു ഡിഫക്റ്റ് വരുമ്പോൾ എന്താണ്, യൂറിക് ആസിഡ് ഒരുപാട് പ്രൊഡ്യൂസ്, യൂറിക് ആസിഡിന്റെ അക്യുമുലേഷൻ എന്ത് ചെയ്യും, കൂടും. അത് നമ്മളെ ബോഡിയിലെ ദേ ഡെപ്പോസിറ്റ് ഇൻ കൂളർ ജോയിന്റ്സ് ഓഫ് ബോഡി എന്ന് പറയുന്നത്. യൂറിക് ആസിഡ് എവിടെ ഡെപ്പോസിറ്റ് ചെയ്യാം, ദേ ഡെപ്പോസിറ്റ് ഇൻ ദ കൂളർ ജോയിന്റ്സ് എന്നാ പറയാം. യൂഷ്വലി ഇതെവിടെ കാണല്ലേ, നമ്മുടെ ബിഗ് ടോന്റെ ജോയിന്റിലാണ് കാണൽ. എവിടെ കാണല്, ബിഗ് ടോന്റെ ജോയിന്റിലാണ് കാണൽ. അങ്ങനെ ഡെപ്പോസിറ്റ് ചെയ്യുമ്പോൾ അവിടെ എന്തുണ്ടാവും, പെയിൻ ഉണ്ടാവും, സ്വെല്ലിംഗ് ഉണ്ടാവും. അതിന് നമ്മൾ എന്ത് വിളിക്കണത്, ഗൗട്ട് എന്ന് വിളിക്കണത്. ഇതുവരെ ഓക്കെ ആണോ? ആ നമ്മളൊന്നും പറഞ്ഞിട്ടില്ല. എന്തൊക്കെയാ പറഞ്ഞത്, ഒന്ന് ജോയിന്റ്സും പറഞ്ഞു, പിന്നെ ഡിസോർഡേഴ്സും പറഞ്ഞു. ജോയിന്റ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഇറ്റ് ഈസ് ദ ആർട്ടിക്കുലേഷൻ ബിറ്റ്വീൻ ടു ഓർ മോർ ബോൺസ്. അതിനെ നമ്മൾ എന്ത് വിളിക്കാം, ടു ഓർ മോർ ബോൺസ് അല്ലെങ്കിൽ ബോൺസ് ആൻഡ് കാർട്ടിലേജ്, ജോയിന്റ്സ് എന്ന് വിളിക്കാം. നമ്മളെ ബോഡിയിൽ ഉള്ള 3 ടൈപ്പ് ഓഫ് ജോയിന്റ്സ് നമ്മൾ പറഞ്ഞ്, ഫൈബ്രസ്, കാർട്ടിലേജിന്, സൈനോവിയൽ. ഫൈബ്രസ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഒരു മൂവ്മെന്റും അലൗ ചെയ്യൂല. മാത്രല്ല ഡെൻസ് ഫൈബ്രസ് കണക്റ്റീവ് ടിഷ്യൂ ആണ് ഫൈബ്രസ് ജോയിന്റിനെ കൂട്ടിച്ചേർക്കുന്നത്. പിന്നെന്താണ്, എക്സാമ്പിൾ പറഞ്ഞ സ്യൂച്ചേഴ്സ്, സിൻഡസ്മോസിസിലൊക്കെയാണ് എന്ത് കാണുന്നത്, ഫൈബ്രസ് ജോയിന്റ്സ് കാണുന്നത്. അടുത്ത ടൈപ്പാണ് കാർട്ടിലേജിനസ് ജോയിന്റ്. കാർട്ടിലേജിനസ് ജോയിന്റിൽ എന്താണ്, ലിമിറ്റഡ് മൂവ്മെന്റ് ആണുള്ളത്. 2 ടൈപ്പ് ഉണ്ട്, പ്രൈമറി, സെക്കൻഡറി. നിങ്ങൾ ടെക്സ്റ്റിൽ പറയുന്നില്ല. പ്രൈമറി ആണെങ്കിൽ അവിടെയുള്ള കാർട്ടിലേജ് ഏതിരിക്കും, ഹയലിൻ കാർട്ടിലേജ് ആയിരിക്കും. സെക്കൻഡറി ആണെങ്കിൽ ഫൈബ്രോ കാർട്ടിലേജ് ആയിരിക്കും. പ്രൈമറി ആണെങ്കിൽ ടെമ്പററി ജോയിന്റ് ആണ്, സെക്കൻഡറി ആണെങ്കിൽ പെർമനന്റ് ജോയിന്റ്. പിന്നെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഏതാണ്, സൈനോവിയൽ ജോയിന്റ്. എന്തുകൊണ്ടാണ് സൈനോവിയൽ ജോയിന്റ് എന്ന് പറയാൻ കാരണം, അതായത് ഒരു സൈനോവിയൽ മെംബ്രെയിൻ ഉണ്ട്. സൈനോവിയൽ മെംബ്രെയിനുള്ളിൽ ഒരു സൈനോവിയൽ ക്യാവിറ്റി ഉണ്ട്. അവിടെ എന്തുണ്ട്, സൈനോവിയൽ ഫ്ലൂയിഡ് ഉണ്ട്. ഉം. അങ്ങനെ സൈനോവിയൽ ക്യാവിറ്റിയും സൈനോവിയൽ ഫ്ലൂയിഡ് ഒക്കെ ഉള്ള ഇതിനെ നമ്മൾ എന്ത് വിളിക്കാം, സൈനോവിയൽ ജോയിന്റ്സ് എന്ന് വിളിക്കാം. അതിന്റെ ഡിഫറെന്റ് ടൈപ്സ് നമ്മൾ പറഞ്ഞു, ബോൾ ആൻഡ് സോക്കറ്റ്, ഹിഞ്ച്, പിവറ്റ്, ഗ്ലൈഡിങ്, സാഡിൽ. അതിന്റെ ഒക്കെ എക്സാമ്പിൾസ് നമ്മൾ പറഞ്ഞു. ഓക്കെ. പിന്നെ നമ്മൾ പറഞ്ഞത് ഡിസോർഡേഴ്സ് ഓഫ് മസ്കുലാർ ആൻഡ് സ്കെൽട്ടൽ സിസ്റ്റം. മസ്കുലാർ ആൻഡ് സ്കെൽട്ടൽ സിസ്റ്റത്തിൽ വരുന്ന വേരിയസ് ഡിസോർഡേഴ്സ്, ഒരു 6 ഡിസോർഡേഴ്സ് ആണ് നിങ്ങൾ ടെക്സ്റ്റിൽ പറഞ്ഞിട്ടുള്ളത്. മയോസിനിയ ഗ്രേവിസ്, മസ്കുലർ ഡിസ്ട്രോഫി, ടെറ്റനി, ആർത്രൈറ്റിസ്, ഓസ്റ്റിയോപോറോസിസ്, ഗൗട്ട്. അപ്പൊ ഇതൊക്കെ എന്താണ്, എങ്ങനെയാണ് വരുന്നത് എന്നുള്ളതൊക്കെ നമ്മൾ പറഞ്ഞു അല്ലെ. മയോസിനിയ ഗ്രേവിസ്, മസ്കുലർ ഡിസ്ട്രോഫി, ടെറ്റനി, ഇവിടെ ആർത്രൈറ്റിസ്, ഓസ്റ്റിയോപോറോസിസ്, ഗൗട്ട്. ഇങ്ങനെ ഒരു 6 ഡിസോർഡേഴ്സിനെ പറ്റി നമ്മൾ പറഞ്ഞു. ഇതുവരെ ഓക്കെ ആണോ? ആ ചാപ്റ്റർ കഴിഞ്ഞിട്ടില്ല. നാളെ ഒരു പാർട്ടും കൂടി ഉണ്ട്.
അതോടുകൂടി ചാപ്റ്റർ കഴിയും. അപ്പൊ ഇന്നലെ എടുത്തതും ഇന്ന് എടുത്തതും എന്ത് ചെയ്യാ, വായിക്കുക. ഓക്കെ.